بسم الله الرحمن الرحيم إن في خلق السماوات والأرض واختلاف الليل والنهار والفلك التي تجري في البحر بما ينفع الناس وما أنزل الله من السماء من ماء فأحيا به الأرض بعد موتها وبث فيها من كل دابة وتصريف الرياح والسحاب المسخر بين السماء والأرض لآيات لقوم يعقلون. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. هذا بلاء للناس ولينذروا به وليعلموا أنما هو إله واحد وليتذكر أولو الألباب. اللهم لولا أنت ما اهتدينا ولا تصدقنا ولا صلينا فأنزلا سكينة علينا وثبت الأقدام إلا كينا إن اللولا قد بهوا علينا وإن أرادوا فتنة بينا. പ്രിയമുള്ള സഹോദരന്മാരെ, സത്യാന്വേഷികളായ സുഹൃത്തുക്കളെ, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശത്തെ സംബന്ധിച്ച് തെറ്റിദ്ധാരണ ഉണ്ടാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ തെറ്റിദ്ധരിച്ചിട്ടുള്ള സുഹൃത്തുക്കളെ, ആധുനിക കാലഘട്ടത്തിൽ ഇസ്ലാമിക സമൂഹത്തിന്റെ ആദർശവും കർമ്മപരവുമായ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുമ്പോൾ തീർച്ചയായും
ഇസ്ലാമിന്റെ പ്രമാണങ്ങളിൽ നിന്ന് ഇസ്ലാമിനെ പഠിച്ചിട്ടില്ലാത്ത സാധാരണക്കാരായ ആളുകൾക്ക് തെറ്റിദ്ധാരണകൾ ഉണ്ടാകുക സ്വാഭാവികമാണ്. നമുക്കറിയാം, സുന്നി സമൂഹത്തിൽ പണ്ഡിതന്മാരുമുണ്ട്, പാമരന്മാരുമുണ്ട്. മുജാഹിദ് പ്രസ്ഥാനത്തിലും പണ്ഡിതന്മാരും പാമരന്മാരുമുണ്ട്. ഇപ്പൊ സാധാരണക്കാരായ ആളുകൾക്ക് എല്ലാ കാര്യങ്ങളും കിതാബ് നോക്കി പരിശോധിച്ച് പഠിച്ച് മനസ്സിലാക്കി സ്വീകരിക്കാൻ അവർക്ക് സാധ്യമല്ല. അതുകൊണ്ട് അവർക്ക് പണ്ഡിതന്മാർ പറയുന്നത് കേൾക്കുക, അതായിരിക്കും അധികവും അവർ ചെയ്യുന്ന ഒരു രീതി. പലപ്പോഴും മതത്തിന്റെ കാര്യത്തിൽ മാത്രം ഞങ്ങൾ അറിവില്ലാത്തവർ, ഞങ്ങൾ പഠിക്കേണ്ടതില്ല, ഉസ്താദ് പറയുന്നത് കേട്ടാൽ മതി എന്ന് വിശ്വസിക്കുന്ന ആളുകൾ ദുനിയവിയായ കാര്യങ്ങളിൽ ഉസ്താദിന്റെ അഡ്വൈസ് ഒന്നും സ്വീകരിക്കാറില്ല. കാരണം അതിലൊന്നും അവരെ ഉൾപ്പെടുത്തേണ്ടതില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. കേവല ദുനിയാവിന്റെ കാര്യത്തിൽ സ്വന്തമായി അന്വേഷിക്കുവാനും പഠിക്കുവാനും മനസ്സിലാക്കുവാനും ആളുകൾ ഈ രംഗത്ത് സന്നദ്ധരാണ്. എന്നാൽ പാരമ്പര്യമായി ദീൻ ഏതൊരു പ്രസ്ഥാനത്തിലാണോ താൻ വിശ്വസിച്ചിട്ടുള്ളത് അത് ശരിയാണോ തെറ്റാണോ എന്ന് പഠിക്കാൻ പോയിട്ട് അതിനെ സംബന്ധിച്ച് ഒന്ന് ഇരുന്ന് കേൾക്കാനെങ്കിലും സന്മനസ് കാണിക്കാത്ത ആളുകളാണ് നമുക്കിടയിൽ. നിങ്ങൾക്കറിയാം, ഒരു ഇസ്ലാമിക പ്രബോധന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഒരു പ്രഭാഷണം സംഘടിപ്പിക്കുമ്പോ എന്തെല്ലാം കമന്റുകളാണ് ആളുകളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഗാനമേള ഒരു സ്ഥലത്ത് നടക്കുകയാണെങ്കിൽ ആളുകൾ ഇത് സ്വർഗത്തിലേക്കുള്ള വഴിയാണ്, ഓൻ ശ്വാസം പോലും വിടാതെ കേൾക്കും, ഓന് കമന്റ് ഒന്നുമില്ല, ഓൻ ശ്വാസം അടക്കിയിരിക്കുകയാണ് ആ ഗായകനെ കാണാൻ. നല്ലൊരു ദീനീ പ്രഭാഷണത്തിന്റെ സദസ്സ് കണ്ടാൽ ഓന് തോന്നുന്നത് ഗാനമേളയാണ്, അതോന്റെ തലക്ക് കുറച്ച് തയ്യാറുള്ളതുകൊണ്ടാണ്. ഇത് നല്ല ഒരു ദീനീ പ്രഭാഷണത്തിന്റെ തുടക്കം കാണുമ്പോൾ അത് ഗാനമേളയാണ് എന്നും ഗാനമേള കണ്ടാൽ അത് സ്വർഗത്തിലേക്കുള്ള വഴിയാണെന്ന് തോന്നൽ നെർവസ് സിസ്റ്റത്തിൽ എവിടെയൊന്നോ കംപ്ലൈന്റ് ഉള്ളത് കൊണ്ടാണ്, വകതിരിവ് നഷ്ടപ്പെട്ടു പോകുന്നത് കൊണ്ടാണ്. അപ്പൊ ആധുനിക കാലഘട്ടത്തിൽ ആളുകൾക്ക് പ്രധാനമല്ലാത്തതിനെ പ്രധാനമായും അപ്രധാനമായതിനെ വളരെ പ്രധാനമായും കാണുക എന്നുള്ളത്. അപ്പൊ നിങ്ങൾ നോക്കൂ, ക്രിക്കറ്റ് ഈ ലോക സമൂഹത്തിൽ കായിക രംഗത്ത് സമൂഹത്തിന് ഏറ്റവും വലിയ ശാപമായി തീർന്ന ഒരു കളിയാണ് ക്രിക്കറ്റ്. ഭൂലോകം കണ്ട ചരിത്രത്തിൽ വെച്ച് ഏറ്റവും അപമാന വികരണത്തിന് ആക്കം കൂട്ടിയ പൈശാചികത തുറഞ്ഞു നിൽക്കുന്ന ഒരു കളിയാണ് ക്രിക്കറ്റ്. SSLC പരീക്ഷാ സമയത്ത് പോലും ആളുകൾക്ക് മണിക്കൂറുകളോളം, ഇപ്പൊ തുടങ്ങിയാൽ അത് അവസാനിക്കോ പറയാനില്ല, ചിലപ്പോ കളിക്കുന്നോ മൗത്താണ്ടി അത് അവസാനിക്കാൻ. എന്നാലും ആളുകൾക്ക് എന്തില്ല, അതിൽ യാതൊരു ടെൻഷനും ഇല്ല. നേരെ മറിച്ച് ദീനിന്റെ വളരെ പ്രധാനമായ ഒരു കാര്യം ഖുർആൻ ആയത്തോതി ഹദീസോതി അവിടെ ബഹളം ഉണ്ടാക്കാൻ എന്താ ആളുകള്, യാതൊരു പ്രശ്നമില്ല. ഒരു ആയത്തോതി അതിന് കൂക്കുകയാണ്, ഒരായത്തോതി വിശദീകരണം അവിടെ ബഹളം ഉണ്ടാക്കുകയാണ്, കമന്റ് അടിക്കുകയാണ്, ചിരിക്കുകയാണ്. കാരണം എന്താ, ഓൻ ഇതിനെ പറ്റി ഒന്നും അറിയില്ല. ഒരണ്ണവായനായിട്ട് ജീവിക്കാനാണ് പലപ്പോഴും പല ആളുകൾക്കും ആഗ്രഹം. അങ്ങനെ ആയിക്കൂടാ. അള്ളാഹുവിന്റെ ഖുർആൻ കേൾക്കുമ്പോഴും അള്ളാഹുവിന്റെ ദീനിനെ സംബന്ധിച്ച് കേൾക്കുമ്പോഴും ഇത് തന്റെ പരലോകവുമായി ബന്ധപ്പെട്ട കാര്യമാണല്ലോ എന്ന ഒരു ചിന്ത ഏതൊരാൾക്കും നല്ലതാണ്. പിന്നെ സാധാരണഗതിയിൽ മുസ്ലിമീങ്ങളോട് അതുപോലെ ഇവിടുത്തെ അമുസ്ലിമീങ്ങളോട് എല്ലാവരുടെ മനസ്സിലും ഒരാഗ്രഹവും പ്രാർത്ഥനയും ഒക്കെയുണ്ട്. എന്താണ്, അസത്യമല്ലാത്ത സത്യം സ്വീകരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകണോ. എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അസത്യത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ പോലും അവരൊക്കെ ഇടക്കിടക്ക് പറയും സത്യം പുലരണം എന്ന് പറയുന്ന ആളുകൾ. അതുകൊണ്ടാണ് നമ്മുടെ മനസ്സിലൊക്കെ ഹൈന്ദവ സമൂഹത്തിന്റെ ആചാര വിശ്വാസ അനുഷ്ഠാന കർമ്മ ധർമ്മ വേദം, ആ വേദങ്ങളിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങളിലേക്ക് കടന്നു വരുമ്പോ നമ്മൾ കാണുന്ന സുവ്യക്തമായ വേദബന്ധിതമായ ഒരു പ്രാർത്ഥന, വേദസംഹിതയിൽ ഉൾക്കൊണ്ട ഒരു മഹത്തുറ്റ പ്രാർത്ഥന. ആ പ്രാർത്ഥന തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്: ഓം അസതോമാ സദ്ഗമയ, അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് ദൈവമേ നീ ഞങ്ങളെ കൈപിടിച്ചുയർത്തേണമേ. തമസോമാ ജ്യോതിർഗമയ, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്.
മൃത്യോമ അമൃതംഗമയ, നശ്വരമായ ഈ ജീവിതത്തിൽ നിന്നും അനശ്വരമായ നിത്യനിതാന്തമായ പരലോക ജീവിതത്തിലേക്ക് ഓം ശാന്തി ശാന്തി ശാന്തി, അതാണ് സമാധാനം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞു. സൂറത്ത് ഇബ്രാഹിമിന്റെ തുടക്കത്തിൽ കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ മിനൽ-ളുലുമാതി ഇലൻ-നൂർ, അന്ധകാരങ്ങളിൽ നിന്ന് പ്രകാശധാരയിലേക്ക് മനുഷ്യനെ കൈപിടിച്ചുയർത്തുന്ന ഗ്രന്ഥമാണ് ഈ ഖുർആൻ എന്ന് പറഞ്ഞാൽ രാത്രിയാകുന്ന ഇരുട്ട് നീക്കി പകൽ കൊണ്ടുവരിക എന്നല്ല. മനുഷ്യന്റെ മനസ്സിൽ അള്ളിപ്പിടിച്ചു കിടക്കുന്ന ഇരുട്ടുകളെ, ശിർക്കാകുന്ന ഇരുട്ടിനെ, ബിദ്അത്താകുന്ന ഇരുട്ടിനെ, അന്ധവിശ്വാസമാകുന്ന ഇരുട്ടിനെ, അധർമ്മ ചിന്തകളാകുന്ന ഇരുട്ടിനെ, അസൂയയാകുന്ന ഇരുട്ടിനെ, വിദ്വേഷമാകുന്ന ഇരുട്ടിനെ, പകയാകുന്ന ഇരുട്ടിനെ, വർഗീയതയാകുന്ന ഇരുട്ടിനെ, അങ്ങനെ തിന്മയായി എന്തൊക്കെ ഇരുട്ടുകൾ മനുഷ്യന്റെ മനസ്സിലുണ്ടോ ആ ഇരുട്ടുകളെ മുഴുവനും കഴുകിക്കളഞ്ഞ് ഒരു ശുഭ്രഹൃദയമായി പരിശുദ്ധ വ്യക്തിത്വത്തിന്റെ പ്രൗഢോജ്വല ഉടമയായി ഒരു മനുഷ്യനെ പരിവർത്തിപ്പിക്കുന്നതാണ് വേദഗ്രന്ഥം വിശുദ്ധ ഖുർആൻ എന്ന് 14-ാം അധ്യായം സൂറത്ത് ഇബ്രാഹിം 1-ാമത്തെ സൂക്തത്തിലൂടെ പറയും. ആ അർത്ഥത്തിലാണ് നമ്മൾ ഇതിനെ കാണുന്നത്. ജീവിതം എന്ന് പറയുന്നത് ചിരിച്ചു കളിച്ച് അവസാനിക്കാനുള്ളല്ല സുഹൃത്തുക്കളെ, ഗൗരവമായി. ഞാനിന്ന് എന്റെ വീടിന്റെ തൊട്ടടുത്തൊരു സ്കൂൾ വാർഷികമുണ്ട്. പല ആളുകളും എന്തോ ഒരു വമ്പിച്ച നിധി പോലെ സമയം പോയി എന്നാണ് പറയുന്നത്. എന്തിന്? എന്താ അവിടെ ഉള്ളത്? ഒന്നുമില്ല, മുട്ടുംപുളിയും. ഈ മുട്ടുംപുളിയും കേൾക്കാനാണ് ആളുകൾ പോണത്. നേരെ മറിച്ച് ഇന്നലെ വരെ മദ്യപിച്ച ഒരാളുടെ മദ്യപാനം നിർത്തുന്ന, അയാളുടെ മനസ്സിനെ ശുദ്ധീകരിക്കുന്ന ഒരു പ്രസംഗം നടക്കുക ആർക്കും താല്പര്യമില്ല. മനുഷ്യനെ ശുദ്ധീകരിക്കുക, കൊള്ള നടത്തരുത്, വ്യഭിചരിക്കരുത്, അതുപോലെ തന്നെ വർഗീയത ഉണ്ടാക്കരുത് എന്നൊക്കെ പറയുന്ന ഒരു വയതാണെങ്കിൽ ആരും താല്പര്യമില്ല. അപ്പൊ മനുഷ്യൻ അപ്രധാനമായതിന് പ്രാധാന്യം കൊടുക്കുമ്പോ മനുഷ്യൻ എന്ന വ്യക്തിത്വത്തിന്റെ മഹത്വം കുറഞ്ഞു പോകും. നമ്മൾ മനസ്സിലാക്കണം. ഞാൻ വളരെ ഹൃദയത്തിൽ തട്ടിയാണ്. നമ്മുടെ സുന്നി ആയാലും മുജാഹിദ് ആയാലും ഹിന്ദു ആയാലും മുസ്ലിം ആയാലും വേണ്ടില്ല, ഞാനിത് വളരെ എന്തിനാണ് നമ്മൾ ജീവിക്കുന്നത്? എന്താണ് മനുഷ്യനെ ഇതര ജീവജാലങ്ങളിൽ നിന്ന് വേർതിരിച്ചു നിർത്തുന്നത്? നാക്കാലികൾ തിന്നുന്നു, നമ്മളും തിന്നുന്നു. നാക്കാലികൾ കുടിക്കുന്നു, നമ്മളും കുടിക്കുന്നു. നാൽക്കാലികൾ ലൈംഗിക ബന്ധത്തിൽ നമ്മളും ഏർപ്പെടുന്നു. നാൽക്കാലികൾ ചത്തൊടുങ്ങുന്നു, നമ്മളും ചത്തൊടുങ്ങുന്നു. പിന്നെ മനുഷ്യൻ എന്ന് പറയുന്ന ഈ മഹാജീവി ബുദ്ധിജീവിക്ക് എന്താണ് ഇതര ജീവജാലങ്ങൾ വ്യത്യാസം? നാക്കാലികൾ തിന്നുന്ന പോലെ തിന്നുകയും കുടിക്കുകയും ചെയ്യാം. അത് മനുഷ്യന് പാടില്ല എന്ന് പറഞ്ഞാൽ മനുഷ്യൻ അങ്ങനെ ആയിക്കൂടാ. മൂക്കറ്റം തിന്നുകയും കുടിക്കുകയും ഏമ്പക്കടിയും ഞെളിയും എന്നൊരു കിടന്നുറങ്ങി നേരം വെളുക്കുക വൈകുന്നേരം പാടില്ല എന്നർത്ഥം. ഞാൻ ആരാണ്? എന്റെ ജീവിതം എന്താണ്? ഞാൻ എങ്ങോട്ടാണ് പോണത്? എന്റെ പ്രയാണം എന്താണ്? ഞാൻ ഈ ജീവിതത്തിനിടയിൽ മരിച്ചുപോയാൽ എന്റെ അവസ്ഥ എന്താണ്? മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടോ? ഉണ്ടെങ്കിൽ അതിന്റെ അവസ്ഥ എന്താണ് എന്ന് ഓരോരുത്തരും, അത് ജാതി മത വ്യത്യാസമില്ല, എല്ലാവരും അന്വേഷിക്കേണ്ട കാര്യമാണ്. അങ്ങനെ അന്വേഷിക്കുമ്പോഴാണ് ജീവിതം അർത്ഥപൂർണമായി തീരുക. ഇനിയുണ്ട് നമുക്കുടെ മുമ്പിൽ ഒരുപാട് ചോദ്യങ്ങൾ. ഞാൻ ആരാണ് എന്ന് ചോദിക്കുന്നത് പോലെ, ആരാണ് ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ? അല്ലാഹു അല്ലെങ്കിൽ ദൈവം, ഈശ്വരൻ, ദി ഗോഡ്, യഹോവ, ഉടയ തമ്പുരാൻ, വടച്ച തമ്പുരാൻ, ദീദീവികൻ, വിരാട് പുരുഷൻ, ഹിരണ്യഗർഭൻ എന്നൊക്കെ പറയുമ്പോ ഈ ശക്തി എന്താണ്? അവന്റെ ഗുണങ്ങൾ എന്താണ്? അവന്റെ പ്രത്യേകത എന്താണ്? സൃഷ്ടികളും സൃഷ്ടാവും തമ്മിലുള്ള പ്രത്യേകത എന്താണ്? ഇതൊക്കെ ഒന്ന് പഠിക്കണ്ടേ? ആരാണ് പ്രവാചകന്മാർ? എന്തിനാണ് പ്രവാചകന്മാർ വരുന്നത്? ഇന്ന് മിക്കവാറും എല്ലാ മതവിഭാഗവും പ്രവാചകന്മാർ എന്ന് പറഞ്ഞാൽ ഇത് വായുന്ന ഒരു പിടി മണലെടുക്കാന്, അല്ലെങ്കിൽ കുറെ സാധനം ഭസ്മെടുക്കാന്, അല്ലെ വെള്ളത്തിന്റെ മുകളിൽ കൂടെ നടക്കാന്, വെർലിന്റെ കൂടി വെള്ളം വരുത്താന്, ഇങ്ങനെ കുറെ അത്ഭുതങ്ങൾ കാണിക്കാൻ വന്ന ആളുകളാണ് എന്ന തെറ്റിദ്ധാരണയിലാണ് നമ്മുടെ സമുദായം ഉള്ളത്. മറിച്ച് അവർ എന്റെ ജീവിതത്തിന് മാതൃക കാണിക്കാൻ വന്ന മാതൃകായോഗ്യരായ, ഞാൻ എങ്ങനെ വെള്ളം കുടിക്കണം, ഞാൻ എങ്ങനെ താടി വളർത്തണം, ഞാൻ എങ്ങനെ മീശ വെട്ടി ഒഴിവാക്കണം, ഞാൻ എന്റെ വസ്ത്രം ഏത് രൂപത്തിൽ ധരിക്കണം, ഞാൻ എങ്ങനെ വിവാഹം കഴിക്കണം, ഞാൻ ഭാര്യയോട് എങ്ങനെ പെരുമാറണം, ഞാൻ എങ്ങനെ ദന്തശുദ്ധി വരുത്തണം, ഞാൻ ബാത്റൂമിലേക്ക് ഏത് കാലെടുത്ത് വെച്ച് കയറണം, ഞാൻ എന്റെ സമ്പത്ത് എങ്ങനെ ചെലവഴിക്കണം, ഞാൻ ഏത് രൂപത്തിലായിരിക്കണം പെരുമാറേണ്ടത്, ഈ വിധത്തിൽ മനുഷ്യ ജീവിത ബന്ധിയായ കാര്യങ്ങൾ പഠിപ്പിക്കാൻ ആ കൂട്ടരെ പ്രവാചകന്മാർ വരുന്നത്. അത്ഭുതം കാണിക്കാനല്ല. അപ്പൊ നിങ്ങൾ ചോദിക്കും, പ്രവാചകന്മാർ അത്ഭുതം കാണിച്ചിട്ടില്ലേ? സത്യമാണ്. എന്തിന്? ഇവർ പ്രവാചകന്മാരാണ് എന്ന് നിഷേധിച്ചവരുടെ മുമ്പിൽ ഇവർ പ്രവാചകന്മാരാണ് എന്ന് തെളിയിക്കാനുള്ള അടയാളം. നമ്മൾ മുഹമ്മദ് നബി പ്രവാചകനല്ല എന്ന് പറയുന്നുണ്ടോ?
അതുകൊണ്ട് നബിയുടെ അത്ഭുതം തന്നെ നമുക്കൊരു വിഷയമല്ല. നബിയുടെ മുഅ്ജിസാത്തുകൾ ആർക്കാ വിഷയമാകുന്നത്? നബിയല്ല എന്ന് പറഞ്ഞവർക്കാണ്. ഇത് തിരിച്ചറിയാൻ മുസ്ലിയാക്കന്മാർക്ക് സാധിച്ചിട്ടില്ല. ഞാൻ തുറന്നു പറയണം, സാധിച്ചിട്ടില്ല. അതിന്റെ തകരാറുകൾ ഇവിടെ നന്നായിട്ടുണ്ട്. അല്ല, നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു പ്രവാചകനെ അള്ളാഹ് അയക്കണത് എന്തിനാണ്? സ്വർഗത്തിലേക്കുള്ള വഴി ഇന്നതാണെന്ന് പറഞ്ഞു തരാനാണല്ലോ. നരകത്തിൽ നിങ്ങൾ ഇന്നൊക്കെ ചെയ്താൽ നരകത്തു പോകും, ഇന്നതൊക്കെ ചെയ്താൽ സ്വർഗത്തു പോകും പറയാനല്ലേ. അത് പറയാൻ വന്ന പ്രവാചകന്മാരെ അவ்விധത്തിൽ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. ആരാണ് സഹാബികള്? ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക വിഭാഗമാണോ? അല്ല, അള്ളാനെ ഭയപ്പെട്ട് ജീവിക്കുന്ന പോലെയാണോ ഔലിയ എന്ന് പറയാ? എന്താ കറാമത്ത്, എന്താ മുഅ്ജിസത്ത്? എത്രത്തോളം എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രയാണ് നമ്മുടെ അറിവില്ലായ്മ പലതും ഇവിടെ നമ്മൾ കാണാം. മൊബൈൽ ഫോൺ എടുത്തിട്ട് ഒരാൾ പറയാ ഇതുപോലെയാണ് ഔലിയാക്കൾ. മൊബൈൽ ഫോണാണ് ഔലിയാക്കൾ. സ്കാനിങ്ങിന്റെ മിഷൻ കണ്ടിട്ട് ഔലിയാക്കൾ ഇതുപോലെയാണെന്ന് പറയാം. അതൊക്കെ എന്താ പറഞ്ഞാൽ സ്കാനിങ്ങിനെ പറ്റി അറിയില്ല, ഔലിയാക്കന്മാരെ പറ്റി അറിയില്ല. അഞ്ജനം എന്നത് ഞാനറിയും മഞ്ഞൾ പോലെ വെളുത്തിട്ട് എന്നാണ്. എന്താ, അഞ്ജനും അറിയില്ല മഞ്ഞളും അറിയില്ല. കാരണം പറയണ എന്താ, അഞ്ജനം എന്നത് ഞാനറിയും മഞ്ഞൾ പോലെ വെളുത്തിട്ട്. മഞ്ഞൾ വെളുത്തിട്ടാണോ? അതും അറിയില്ല, അഞ്ജൻ അതും അറിയില്ല. സ്കാനിങ് എന്താണെന്നും അറിയില്ല, മൊബൈൽ സിസ്റ്റത്തിന്റെ അവരുടെ ടെക്നോളജി എന്താണ് അതും അറിയില്ല. ഔലിയാക്കൾ ആരാ അതും അറിയില്ല. അപ്പൊ ആ നിലക്കുള്ള ഉദാഹരണങ്ങളൊക്കെ തീരെ വിവരമില്ലാത്ത മനുഷ്യന്മാരെ മുമ്പ് പറ്റും, അല്ലാതെ ഈ നാട്ടിലെ മനുഷ്യന്മാരെ മുമ്പ് പറ്റൂല. ഒട്ടും വിവരമില്ലാത്ത ആളുകളുടെ മുമ്പിൽ അതൊക്കെ പറ്റും. അപ്പൊ ഇവിടെ ഞാൻ നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുന്ന കാര്യങ്ങൾ കൃത്യമായ തെളിവുകളുള്ള ഖുർആനിലെ ഇത്രാമത്തെ അധ്യായത്തിലെ ഇന്ന സൂക്തത്തിലെ സുന്നി പരിഭാഷയിൽ കൂടെ നിങ്ങൾ വായിച്ച് പഠിപ്പിച്ച് എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ, കുറഞ്ഞ കാര്യങ്ങൾ, ആ കാര്യങ്ങളിൽ ഇസ്ലാമിന്റെ വിധി എന്താണ്, അത് മനുഷ്യന്റെ ബുദ്ധി എങ്ങനെ സംവദിക്കുന്നു, അതിന്റെ പ്രമാണങ്ങൾ എന്താണ്, ഈ അടിസ്ഥാനത്തിലാണ് ഞാൻ സംസാരിക്കുക. ഇത് പറയുമ്പോ ഖുർആനിലെ 2 സൂക്തങ്ങളുടെ ആശയം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഈ പരിഭാഷപ്പെടുത്തുന്ന പരിഭാഷ ഇത് അൽ ബയാൻ ഫി മആനിൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ സമ്പൂർണ്ണ പരിഭാഷ, സയ്യിദ് അഹമ്മദ് ശിഹാബുദ്ദീൻ ഇമ്പിച്ചിക്കോയ തങ്ങൾ, വലിയ ഖാളി കോഴിക്കോട് എന്ന് പറഞ്ഞാൽ സുന്നികളുടെ വലിയ നേതാവാണ്. അദ്ദേഹത്തിന്റെ പരിഭാഷയിൽ നിന്ന് ഇതിന്റെ 5-ാം അധ്യായം സൂറത്ത് മായിദയിലെ 104-ാമത്തെ ആയത്തിൽ നിന്നാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ആയിട്ട് ഈ ആയത്ത് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. കേട്ടോളൂ നിങ്ങൾ. വൈദാ ഖീല ലഹും തആലൂ ഇലാ മാ അൻസലല്ലാഹു വഇലർ റസൂലി ഖാലൂ ഹസ്ബുനാ മാ വജദ്നാ അലൈഹി ആബാഅനാ അവലൗ കാന ആബാഉഹും ലാ യഅലമൂന ശൈഅൻ വലാ യഹ്തദൂൻ. ഇതാണ് ആയത്ത്. സൂറത്ത് മായിദ 5-ാം അധ്യായം സൂറത്ത് മായിദ 104-ാമത്തെ സൂക്തമാണ്. ഇതിന് അദ്ദേഹം നൽകിയിരിക്കുന്ന അർത്ഥം അള്ളാഹു ഇറക്കിയതിലേക്കും അഥവാ ഖുർആനിലേക്കും ദൂതരിലേക്കും അഥവാ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കും നിങ്ങൾ വരുവീൻ എന്ന് അവരോട് പറയപ്പെട്ടാൽ ഞങ്ങളുടെ പൂർവ്വപിതാക്കൾ ഏത് നടപടി കൈക്കൊണ്ടിരിക്കുന്നതായി ഞങ്ങൾ കണ്ടുവോ അത് തന്നെ ഞങ്ങൾക്കത് മതി എന്നാണ് അവർ പറയുക. അവരുടെ പൂർവ്വപിതാക്കൾ ഒന്നും അറിയാത്തവരും നേർമാർഗം പ്രാപിക്കാത്തവരും ആയിരുന്നാൽ പോലും അവരെ പിന്തുടരുകയാണോ നിങ്ങൾ ചെയ്യുക? ഇതെന്തൊരു ഗതികേടാണ്. നോക്കൂ, ആയത്ത് വളരെ വ്യക്തമാണ്. എന്താണ്? വൈദാ ഖീല ലഹും തആലൂ ഇലാ മാ അൻസലല്ലാഹു വഇലർ റസൂലി, അല്ലാഹുവിലേക്കും റസൂലിലേക്കും നിങ്ങൾ വരൂ, അഥവാ അള്ളാഹ് ഇറക്കിയതിലേക്ക് ഖുർആനിലേക്ക് പ്രവാചകനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് നിങ്ങൾ വരൂ എന്ന് ആ സമൂഹത്തോട് പറഞ്ഞാൽ അവർ പറയും ഹസ്ബുനാ ഖാലൂ മാ വജദ്നാ അലൈഹി ആബാഅനാ, ഞങ്ങൾക്കിത് മതി. ഏതു മതി? ഖുർആനിന്റെയും സുന്നത്തിന്റെയും ഒന്നും വെളിച്ചം ഞങ്ങൾക്ക് വേണ്ട. ഹസ്ബുനാ, ഞങ്ങൾക്കിത് മതി. അലൈഹി ആബാഅനാ, ഞങ്ങളുടെ പിതാക്കന്മാർ, ഞങ്ങൾക്കത് മതി. അവർ നരകത്തിലാണെങ്കിൽ ഞങ്ങളും നരകത്തിൽ പോയിക്കൊള്ളാം. എന്നിട്ട് അള്ളാഹ് ചോദിക്കണേ, അവരൊരറിവില്ലാത്തവരും മാർഗദർശനം സിദ്ധിക്കാത്തവരുമാണെങ്കിൽ പോലും പ്രിയപ്പെട്ടവരെ, ജീവിച്ചിരിക്കുന്ന മനുഷ്യരെ, നിങ്ങൾ എന്തൊരു കഥയാണ് ഈ പറയുന്നത് എന്നാണ് ചോദ്യം. നിങ്ങൾ ചിന്തിച്ചോക്കെ, ഈ ആയത്ത് പ്രകാരം
ഖുർആനിലേക്കും സുന്നത്തിലേക്കും വരൂ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ബാപ്പ അമ്മ ഒക്കെ ചെയ്തെങ്ങനെയാണ്, ഞങ്ങളതേ ചെയ്യുള്ളൂ എന്ന് പറയുന്നവർ ഇവിടെ ആരാ? ഈ കേരളത്തിൽ ഞാൻ ഈ പ്രസംഗിക്കുന്ന പ്രദേശത്ത് ഈ വാക്കുകൾ ആവർത്തിച്ചാവർത്തിച്ചു പറയുന്നവരാരാണ്? അള്ളാഹുവിന്റെ ഖുർആനിലേക്കും സുന്നത്തിലേക്കും വരൂ എന്ന് മുജാഹിദുകൾ പറയുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ എന്നിട്ട് ചോദിക്കുക ആളുകൾ, ഞങ്ങളുടെ വാപ്പ നരകത്തിലാണ്, മങ്കൂസ് മൗലൂദ് കഴിച്ച, റാത്തീബ് കഴിച്ച, കുത്താറാത്തീബ് കഴിച്ച ആളുകളൊക്കെ നരകത്തിലെന്ന് നിങ്ങൾ പറയണേ, എന്നാ ഞങ്ങൾക്കത് മതി എന്ന് പറയുന്നവർ ഇവിടെ ആരാണ്? മുജാഹിദുകൾ ഏതായാലും അത് പറയാറില്ല. അപ്പൊ അള്ളാഹു എതിർത്ത പാടില്ല എന്ന് അള്ളാഹു പറഞ്ഞ ഈ സ്വഭാവം വെച്ച് പുലർത്തുന്നവർ കേരളത്തിൽ ആരാണ്? ശരിക്കും ആലോചിക്കും നിങ്ങൾ. ഒരു കാര്യത്തെ പറ്റി ഖുർആനിൽ ഇതാ ഉള്ളത് എന്ന് ജനങ്ങളോട് പറഞ്ഞു. ഖുർആനൊക്കെ അങ്ങനെ, ഞങ്ങളെ ബാപ്പാരൊക്കെ ഒന്നും അറിയാത്തവരാ, ഞങ്ങളെ പണ്ഡിതന്മാർ അറിവില്ലാത്തവരാ എന്നാണ് ആളുകൾ ചോദിക്കുന്നത്. അത് ആളുകൾക്ക് ആ വിഷയത്തെ കുറിച്ച് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ്. നിങ്ങൾക്കറിയോ, പിശാച് കഴിഞ്ഞാല് പിന്നെ മുസ്ലിങ്ങളോട് ഏറ്റവും ജാഗ്രതയോടുകൂടി കരുതി അവനെ കണ്ടറിയണം എന്ന് പറഞ്ഞ പിന്നെ ആരറിയോ? പണ്ഡിതന്മാരാണ്. മനസ്സിലായി നിങ്ങൾക്ക്? പിശാചിനെ എത്ര സൂക്ഷിക്കണം അതുപോലെ പണ്ഡിതന്മാരെ സൂക്ഷിക്കണം എന്നാണ്. അത് അല്ലാഹു ഖുർആനിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ നമ്മളെ ശ്രദ്ധിച്ചില്ല എന്ന് മാത്രമല്ല, അപകടകാരികളായ പണ്ഡിതന്മാർ അവരുടെ സ്വഭാവം എന്താണെന്നും കൂടി ഖുർആൻ പറഞ്ഞു തന്നു. നമ്മളത് സ്വീകരിക്കാൻ തയ്യാറായില്ല. അല്ലാഹു നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മളത് സ്വീകരിച്ചാൽ കാര്യം എളുപ്പമുണ്ട്. അപ്പോ അള്ളാഹു അവതരിപ്പിച്ച ഖുർആനിലേക്കും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക്, ഇനി ഇവിടെയൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്താണ് അള്ളാഹ്ക്കിയ ഖുർആനിലേക്കും റസൂലിലേക്കും വരൂ എന്ന് പറഞ്ഞാൽ അവിടെ അങ്ങ് അവസാനിപ്പിച്ച് എന്താ? ഇപ്പൊ മദ്ഹബിന്റെ ഇമാമിങ്ങളെ പറ്റിയോ അല്ലെങ്കിൽ സഹാബികളൊക്കെ നിങ്ങൾ പിൻപറ്റിക്കൊടി എന്നതിനെ പറ്റിയോ പറയാതിരുന്നത്? അതിന് കൃത്യമായ ഒരു വിശദീകരണം. എന്താ അത്? നബി കാണിച്ചു കൊടുത്തതിനെ പിന്തുടർന്ന സഹാബികൾ, അതാരാണ് ആ സഹാബികൾ? ആ സഹാബികളുടെ സ്വഭാവം എന്താണ്? അവരുടെ ഗുണമെന്താണ്? അവരുടെ ക്വാളിറ്റി എന്താണ്? അവരെന്തൊക്കെ സ്വഭാവക്കാരായിരുന്നു? അതനുസരിച്ച് അവർ പ്രവാചകനെ ഇത്തിബാഅ് ചെയ്ത ആളുകളാണ്. അവരുടെ സ്വഭാവത്തിൽ എന്തൊക്കെ ഉണ്ടായി, അവരെന്തൊക്കെ വിശ്വസിച്ചു, എന്തൊക്കെ വിശ്വസിക്കാത്തവരായിരുന്നു, എന്തൊക്കെ കർമ്മങ്ങൾ ആചരിച്ചു, എന്തൊക്കെ കർമ്മങ്ങൾ ആചരിക്കാത്തവരാണ് എന്ന് പരിശോധിച്ച് പഠിച്ചിട്ടല്ലാതെ പ്രവാചകന്റെ സുന്നത്തിനെതിരായി ഒരൊറ്റപ്പെട്ട സാബീദൽ അത് ദീനിന് തെളിവാണെന്ന് ഒരു സുന്നിയും പറഞ്ഞിട്ടില്ല, ഒരു മുജാഹിദും പറഞ്ഞിട്ടില്ല, വിവരമുള്ള ആരും പറയില്ല. അതുകൊണ്ട് ആ മേഖലകളൊക്കെ ഒന്ന് ഗൗരവമായി തന്നെ പഠിക്കേണ്ടതാണ് നമ്മൾ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഞാൻ ഇതേ അധ്യായത്തിൽ ഇതേ പിന്നെ പരിഭാഷയിൽ തന്നെ വായിക്കാൻ സൂറത്ത് നിസാ, ഈ സൂറത്ത് നിസായിലെ ഖുർആൻ പറയുന്ന 59-ാമത്തെ ആയത്ത് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. 4-ാം അധ്യായത്തിലെ 59-ാമത്തെ സൂക്തം ശിഹാബുദ്ദീൻ ഇമ്പിച്ചിക്കോയ തങ്ങളുടെ കോഴിക്കോട് വലിയ കാലിയാരുടെ പരിഭാഷയിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിച്ചു. നിങ്ങൾ ശ്രദ്ധിക്കുക, കേട്ടോളൂ. നിങ്ങൾ ശരിക്ക് മനസ്സിലാക്കേണ്ട കാര്യമാണ്, അഥവാ വിശുദ്ധ ഖുർആനിലെ ഈ ആയത്ത്. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളായ ആളുകളെ, അത്തിയുല്ലാഹ വഅത്തിയുർ റസൂല ഉലിൽ അംരി മിൻകും ഫൈൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂലി ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിരി ദാലിക ഖൈറുൻ വഅഹ്സനു തഅവീല. ഇതാണ് ഈ ആയത്ത്. ഈ ആയത്തിൽ അള്ളാഹു പറയുന്നത് ശരിക്കും ശ്രദ്ധിച്ചോളൂ. സത്യവിശ്വാസികളെ എന്നാണ് വിളിക്കണേ. നമ്മളൊക്കെ ഉൾക്കൊണ്ട മുസ്ലിം ഉമ്മത്തിലെ സത്യവിശ്വാസികൾ ഉൾക്കൊണ്ടിട്ടുള്ള ആ സമൂഹത്തെ വിളിച്ചിട്ട് അള്ളാഹു പറയാണ്, എന്ത്? നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കണം, നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? നിങ്ങൾ അനുസരിക്കേണ്ടതുണ്ട്. വഉലിൽ അംരി മിൻകും, നിങ്ങളിലെ കൈകാര്യകർത്താക്കളെയും, നിങ്ങളുടെ കൈകാര്യകർത്താക്കളെയും അതാരാണെന്ന് മനസ്സിലാക്കണം. ഈ ആയത്ത് റസൂലുള്ളാഹിയാണല്ലോ ഓതി തന്നെ. റസൂലുള്ളാഹിന്റെ കാലത്ത് കൈകാര്യകർത്താവാരാ? അള്ളാഹനെ അനുസരിക്കണം എന്ന് പറഞ്ഞു, റസൂലുള്ളാഹിനെ അനുസരിക്കണോ? പിന്നെ ആ കൂട്ടത്തിലെ കൈകാര്യകർത്താവാരാ? ഭരണാധികാരി നബി തന്നെ അല്ലേ? അറിയാലോ. എന്നാൽ ഇത് ഏത് കാലഘട്ടത്തിലെയും ജനങ്ങൾക്ക് സ്വീകാര്യോഗ്യമായ ഒരു കാര്യം. അള്ളാഹിനെയും റസൂലിനെ അനുസരിക്കണം എന്ന് പറഞ്ഞാൽ ഇതിനർത്ഥം എന്താ? ഖുർആനും സുന്നത്തും അനുസരിച്ചാണ് നിങ്ങൾ ജീവിക്കേണ്ടത്. അതോടൊപ്പം നിങ്ങളുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന അത് മതനേതൃത്വമാകാം, ഭരണ നേതൃത്വമാകാം, ആ ഉലുൽ അംറിനെ നിങ്ങൾ എന്ത് ചെയ്യണം? അനുസരിക്കേണ്ടതുണ്ട്. എന്നിട്ട് ഇവിടെ തെറ്റിദ്ധാരണ വരാതിരിക്കാനും ദുർവ്യാഖ്യാനങ്ങൾക്ക് പഴുതില്ലാത്ത വിധം ഖുർആൻ ഒരു കാര്യം പറയും. ഈ ആയത്തിന്റെ ആദ്യ ഭാഗം ഓതിക്കൊണ്ട് ചില പണ്ഡിതന്മാരെങ്കിലും, ഞാൻ ഏത് പണ്ഡിതനും പറയില്ല, ചില പണ്ഡിതന്മാരെങ്കിലും എന്ത് പറഞ്ഞിട്ടുണ്ട്? ഉലുൽ അംർ എന്ന് പറഞ്ഞാല് അത് മദ്ഹബിന്റെ ഇമാമിങ്ങളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കൂട്ടരെ, റസൂലുള്ളാഹി വഫാത്തായിട്ട് 70 കൊല്ലത്തിന് ശേഷമാണ്, ഹിജ്റ 80-ലാണ് ഒന്നാമത്തെ മദ്ഹബിന്റെ ഇമാമിനെ ജനിച്ചത്. അപ്പൊ അതിന്റെ മുമ്പ് ഈ ആയത്ത് എന്തായിരിക്കും?
അതിന്റെ മുമ്പ് ഈ പറഞ്ഞ കാര്യങ്ങൾ സഹാബികൾ പ്രാവർത്തിയാക്കണല്ലോ. അതെന്തായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ അവിടെ മദ്ഹബിന്റെ ഇമാമിങ്ങളെ പറ്റിയല്ല, മറിച്ച് ഏത് കാലഘട്ടത്തിലെ ഭരണാധികാരികളെ പറ്റിയാണ്. അത് വ്യക്തമാകുന്ന എപ്പോഴാണ്? ഖുർആനിന്റെ ആ ആയത്തിലെ ബാക്കി ഭാഗ വായിക്കുമ്പോഴാണ്. എന്നിട്ട് ഖുർആൻ പറയുന്നു, മതപരമായ കാര്യത്തിൽ നിങ്ങൾക്കിടയിൽ അഭിപ്രായ ഭിന്നത ഉണ്ടായാൽ നിങ്ങൾ മടക്കണം, ഇലല്ലാഹി വറസൂലി, അല്ലാഹുവിലേക്ക് മടക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ അവസാനിപ്പിച്ചില്ല. അവിടെ അവസാനിപ്പിച്ചിട്ട് നമുക്ക് പറയായിരുന്നു, ചേകന്നൂർ പറയുന്നതാണ് ശരി. അല്ലാഹുവിലേക്ക് മടക്കുക എന്ന് പറഞ്ഞാൽ ഇതിനർത്ഥം എന്താ? ഖുർആനിലേക്ക് മടക്കുക. എന്നിട്ട് വീണ്ടും അതേ ഖുർആൻ തന്നെ പറഞ്ഞു റസൂലിലേക്ക് മടക്കണോ. അപ്പൊ ഖുർആനിൽ ഇല്ലാത്ത കാര്യം റസൂലുള്ളാഹിന്റെ ഹദീസിൽ ഉണ്ടാവും. ആ കാര്യത്തിലേക്ക് മടക്കണം. എന്നിട്ട് പറയണെന്ത്? ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ദാലിക ഖൈറുൻ, അതാട്ടോ നിങ്ങൾക്ക് നല്ലത്, വഅഹ്സനു തവീല, അതന്നെ ഏറ്റവും നല്ല പര്യവസാനം. ചിന്തിച്ചു നോക്കൂ. ഉമർ മൗലവി മുജാഹിദിക്ക് തെളിവാണോ? ഇവിടെ ഏതെങ്കിലും ഒരു പണ്ഡിത നമുക്ക് തെളിവാണോ? നമുക്ക് പണ്ഡിതന്മാർ തെളിവാകുന്ന എപ്പോഴാ? ഖുർആനിനും സുന്നത്തിനും അനുരൂപമായി അതിനെതിരാവാതെ പറയുമ്പോ നമുക്ക് കാന്തപുരം പിന്നെ ആദരിക്കപ്പെടേണ്ട വ്യക്തിയാണ്. അല്ലെങ്കിൽ ഇവിടെ വന്ന് പ്രസംഗിച്ച് ഉസ്താദ് നമുക്ക് ആദരിക്കപ്പെടേണ്ട വ്യക്തിയാണ്. ഇവിടുത്തെ ഇനി മുജാഹിദ് പണ്ഡിതന്മാർ വന്നാൽ അവരും നമുക്ക് ആദരിക്കപ്പെടേണ്ട വ്യക്തികൾ തന്നെ. പക്ഷെ ഖുർആനിനെതിരെ ആര് പറഞ്ഞാലും കൂട്ടരെ നമുക്ക് സ്വീകരിക്കാൻ പറ്റുമോ? നമുക്കത് അംഗീകരിക്കാൻ പറ്റുമോ? നമുക്കത് അംഗീകരിക്കാൻ പറ്റില്ല. അത് നിങ്ങൾ ഒന്നാമതായിട്ട് ആലോചിക്കണം, ശരിക്ക് ചിന്തിക്കണം. അപ്പൊ അള്ളാഹുവിന്റെ ഖുർആൻ, അതുകൊണ്ടാണല്ലോ ഹജ്ജ് ചെയ്ത് ആദ്യത്തെയും അവസാനത്തെയും ഹജ്ജ് ചെയ്ത റസൂലുള്ളാഹ് ഹജ്ജത്തുൽ വിദായിൽ വെച്ചിട്ട് പിന്നെ ദുൽഹജ്ജ് മാസത്തിന്റെ അറഫയിൽ നിന്നിട്ട് ഒരു പ്രസംഗം നടത്തിയല്ലോ. ആ പ്രസംഗത്തിൽ എന്തേ റസൂലുള്ളാഹ് പറയാതിരുന്നത്? നിങ്ങൾ ദീനിന്റെ കാര്യം നോക്കുമ്പോ പിന്നെ മക്കയും മദീനയും നോക്കണം, അല്ലെങ്കിൽ കാബാലയത്തിൽ നടക്കുന്നത് എന്താണ്, മസ്ജിദുൻ നബവിയിൽ നടക്കുന്നത് എന്താണ്, മസ്ജിദുൽ അഖ്സയിൽ നടക്കുന്നത് എന്താണ് എന്ന് നിങ്ങൾ നോക്കിയിട്ടാണ് ദീന് തീരുമാനിക്കാൻ എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടോ? എന്തേ പറയാതിരുന്നത്? ഓരോ കാലം മാറുന്നതിനനുസരിച്ച് മനുഷ്യന്റെ മനസ്സ് മാറുമ്പോ അവിടെ പലതും വരില്ലേ. ഇപ്പൊ ഞാനാണ് സൗദി അറേബ്യ ഭരിക്കണമെന്ന് സപ്പോസ് നിങ്ങൾ വിചാരിച്ചോ? അവിടെ സൗദി അറേബ്യ ഭരിക്കണേ ഞാനാണെങ്കിൽ തീർച്ചയായും ഞാൻ അതിന്റേതായ പരിവർത്തനങ്ങൾ അവിടെ വരുത്തും. എന്റെ വിശ്വാസം അനുസരിച്ച് ഞാൻ അവിടെ മാറ്റം വരുത്തും. അതിന് ഉദാഹരണമാണ് 4 മുസല്ലയിൽ അവിടെ നിസ്കാരം നടന്നിരുന്നു. നിങ്ങൾ ഉസ്താദുമാരുടെ 4 ഇമാം ഒരേ സമയത്ത് പരിശുദ്ധ കാബയിലെ 4 ഇമാം ഒരേ സമയത്ത്. അത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ കാലഘട്ടത്തിൽ രാജാവിനത് പറഞ്ഞു ബോധിപ്പിച്ച് പരിചയപ്പെടുത്തി. ഇതല്ല, ശരിയല്ല, ഒരു ഇമാമിന്റെ കീഴിലാണ് മുസ്ലിങ്ങൾ ഒന്നിക്കേണ്ടത് പറഞ്ഞ് അവർ ഐക്യപ്പെടുത്തുക ചെയ്തത്. ആ ഐക്യപ്പെടുത്തൽ ഉണ്ടായപ്പോ എല്ലാവരും ഒറ്റ മുസ്ലിം. ഇനി ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവരെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കിയേ. അവരെന്താ പറയാ? മക്കത്ത് 4 ഇമാമിനെ തരും, നമുക്ക് എന്താ ഇവിടെ ആയാലും ഈ പള്ളിയിൽ എന്താ 4 മുസ്ലിം ഇട്ടാല് മക്കത്ത് ഇട്ടിട്ടുണ്ടല്ലേ എന്ന് അവർ ചോദിക്കും. അതുപോലെ കാലഘട്ടം മാറുന്നതിനനുസരിച്ച് ഉണ്ടാവും. ഇനി നിങ്ങൾ ഒന്നുകൂടെ ചിന്തിച്ചേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനായി വരുമ്പോ കാബാലയത്തിന്റെ സ്ഥിതി എന്താ? നിങ്ങള് ശരിക്ക് ചിന്തിച്ച് സാധാരണക്കാർക്ക് വേണ്ടി കേട്ടോ. അത് ഇവിടെ പ്രസംഗിച്ച ഉസ്താദിന്റെ കേൾക്കൂല, ഞാൻ ഉസ്താദിന്റെ കേൾക്കൂലല്ലോ. പക്ഷെ ഇവിടെ പ്രസംഗിച്ച പ്രസംഗം ഞാൻ കേട്ടിട്ടുണ്ട് കേസറ്റ് മുഖാന്തരം. അതുപോലെ ഇവിടെ പ്രസംഗിക്കുന്ന ഉസ്താദും കേൾക്കും. പക്ഷെ നേരിട്ട് കേൾക്കാൻ നമുക്ക് അവസരമല്ലല്ലോ. പക്ഷെ സാധാരണ ഓഡിയൻസ് എന്നും ഒരേ ഓഡിയൻസ് ആയിരിക്കുമല്ലോ. മുജാഹിദുകൾ വന്നാലും സുന്നിയുടെ കൂട്ടത്തിൽ കുറച്ചാളുണ്ടാവും. ഇനി സുന്നി പണ്ഡിതന്മാരും മുജാഹിദുകളുടെ കൂട്ടത്തിൽ ഓഡിയൻസിന് വലിയ മാറ്റമൊന്നുമില്ല. അതുകൊണ്ട് ആ ഓഡിയൻസിന് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ശരിക്കും ചിന്തിക്കുക, മുഹമ്മദ് നബി വരുമ്പോ കാബാലയത്തിലെ സ്ഥിതി എന്താ? 360ഓളം വിഗ്രഹങ്ങളില്ലേ അവിടെ? ഇബ്രാഹിം നബി അടക്കമുള്ള, ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം അടക്കമുള്ള ആളുകളുടെ പ്രതിമല്ലേ അവിടെ? അതെ ഇല്ലേ? നിങ്ങൾക്കറിയാലോ, ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. അബൂജഹലും ഉത്ബത്തും ഷൈബത്തും നമ്മളൊക്കെ ചോദിക്കണമായിരുന്നു. ചോദിച്ചാൽ എന്താ സ്ഥിതി? മുഹമ്മദേ, കാബാല ഇബ്രാഹിം നബി അല്ലേ ഉണ്ടാക്കി? അതെ. അത് അള്ളാഹനെ ആരാധിക്കാൻ വേണ്ടി ഉണ്ടാക്കിയല്ലേ? അതെ. ഈ സ്ഥലത്ത് ഇബ്രാഹിം നബി അടക്കമുള്ളവരുടെ വിഗ്രഹമല്ലേ വെച്ചത്? അതെ. കാബാലയത്തിലല്ലേ മുഹമ്മദേ? അതെ. എന്ന് ചോദിച്ചാൽ കാബാലയത്തിലാണല്ലോ, അതുകൊണ്ട് അംഗീകരിക്കാം എന്ന് റസൂലുള്ളാഹി പറഞ്ഞോ? അവർ ചോദിച്ചു, അങ്ങനെ ഇല്ല. അപ്പൊ അതൊന്നും എന്തല്ല, ഒരു തെളിവല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി അവിടുന്ന് പറഞ്ഞത്, തറക്തു ഫീകും അംറൈനി ലം തളില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹ് വസുന്നത്തു റസൂലിഹി. 2 കാര്യങ്ങൾ ഞാൻ നിങ്ങളിൽ വിട്ടേച്ചു പോവാണ്.
അത് അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരുപാട് വിമർശിക്കേണ്ടായി ഉസ്താദ്. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, അയാളെ മുജാഹിദുകളെല്ലാം കളിയാക്കി. റസൂലുള്ളാനെയാണ്. റസൂലുള്ള പറഞ്ഞ പദത്തിന്റെ മലയാള പദമാണ് അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കുക. അത് നിങ്ങൾക്ക് മനസ്സിലാണ്. റിസാല വാരിക 2001 നവംബർ 2 പ്രൊഫസർ ഒമാനുർ മുഹമ്മദ് എഴുതിയ ലേഖനത്തിന്റെ 26, 27 പേജിലെ ആദ്യത്തെ പാരഗ്രാഫ് വായിച്ചാൽ അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കുക എന്ന് അവിടെ പരിഭാഷപ്പെടുത്തിയ കാണാം. ഇത് റിസാല സുന്നികളുടെ AP സുന്നികളുടെ അതിൽ കാണാൻ 2001 നവംബർ 2 പേജ് 26 പ്രൊഫസർ ഒമാനുർ മുഹമ്മദ് എഴുതിയ ലേഖനം. പിടിക്കുക, ഖുർആൻ മുറുക്കി പിടിക്കുക എന്നൊക്കെ പറയുന്നത് റസൂലുള്ളാഹിന്റെ പ്രയോഗങ്ങളാണ്. അപ്പൊ അതിനോട് ഒരുതരം അലർജിയും വിമർശനവും പരിഹാസവും എത്രയോ പദങ്ങൾ അയാൾ ആവർത്തിച്ചു പലയിടങ്ങളിൽ. കയ്പമംഗലത്ത് എനിക്ക് മറുപടി പറയാൻ വന്നപ്പോ അവിടെ പറഞ്ഞു, എവിടെയൊക്കെ ഉണ്ടോ പരപ്പനങ്ങാടി പറഞ്ഞു. അപ്പൊ അത് റസൂലുള്ളാഹിനോടാണ് ആ പരിഹാസം. റസൂലുള്ളയാണ് പറഞ്ഞത് നിങ്ങളത് മുറുക്കി പിടിക്കുക, അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കുക എന്നൊക്കെയുള്ള പ്രയോഗം. നിങ്ങൾ മൂപ്പര് പറയുന്നത് തുറന്നു നോക്കണം എന്നാ, മുറുക്കി പിടിച്ചാ പോരാ. ഞാന് പിന്നെ ചുരുക്കത്തിൽ ഇപ്പൊ ഒന്നും പറയില്ല. അയാളും മുജാഹിദ് പണ്ഡിതന്മാരും ഒന്ന് ഇരുന്നിട്ട് തുറന്നു വെച്ചോലാരാണ് തുറക്കാത്തോലാരാണെന്നൊന്ന് പരീക്ഷിച്ചാൽ മതി. അതിനുള്ള ഒരു ധൈര്യം കാണിച്ചാൽ മതി. അപ്പൊ മനസ്സിലാവും ഖുർആൻ എവിടൊക്കെ ആളുകൾ തുറന്നിട്ടുണ്ട്, എവിടൊക്കെ തുറന്നിട്ടില്ല, ആരാണ് തുറക്കാത്ത. 10 ആയത്തോതി പ്രസംഗം നടത്താൻ കഴിയാത്തവനെ നമ്മളോട് എന്ത് പറയുന്നത്, നിങ്ങൾ ഖുർആൻ തുറക്കി. ആയിക്കോട്ടെ, ജനങ്ങൾ വിലയിരുത്തിക്കോളും. ഒരു പ്രോഗ്രാം കഴിയുമ്പോ ജനങ്ങൾ വിലയിരുത്തിക്കോളും. ആരൊക്കെ ആയത്തും ഹദീസും ഒക്കെ ഓതി, ആരൊക്കെ ഖുർആൻ തുറന്നിട്ടുണ്ട്, തുറന്നിട്ടില്ല, ആർക്കൊക്കെ തുറക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, ആർക്കൊക്കെ തുറക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ആ നിലക്കുള്ള പരിഹാസങ്ങളൊക്കെ മുജാഹിദുകൾക്ക് നേരെയാണെങ്കിലും അതൊക്കെ റസൂലുള്ളാഹിക്ക് നേരെയും കൂടിയാണ് എന്നൊന്ന് മനസ്സിലാക്കിയാൽ നന്ന്. ഞങ്ങൾ എല്ലാവരോടും പറയുന്നതാണ്, മുജാഹിദുകളോടും സുന്നിയോടും ഖുർആൻ പഠിക്കണം എന്നാണ് ഞങ്ങൾ പറയുന്നത്. പഠിച്ചു തികഞ്ഞു എന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ല, ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, റസൂലുള്ളാഹിന്റെ വാക്കാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യൻ, ഒരു വിശ്വാസി 2 അവസ്ഥയിലേ ആകാൻ പാടുള്ളൂ. ഒന്നുകിൽ അവൻ ഖുർആൻ പഠിപ്പിക്കുന്നവനായിരിക്കണം, അല്ലെങ്കിൽ അവൻ പഠിക്കുന്നവനായിരിക്കണം. ഖൈറുക്കും, നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ ആരാണ്? മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, ഖുർആൻ പഠിക്കുക അല്ലെങ്കിൽ പഠിപ്പിക്കുക, ഇവനാണ്. അപ്പൊ ഖുർആൻ പഠിക്കുക, ഖുർആൻ പഠിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ടാണ് അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നത്, സുന്നത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നത്. അത് പഠിച്ചു മനസ്സിലാക്കുന്നിടത്തേക്ക് ആളുകളെ ക്ഷണിക്കുന്നത് മാത്രമല്ല. പരലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരാതി പറയുമെന്നൊരു രംഗമുണ്ട്. നബി പരാതി പറയാ, സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വലിയ പരാതി പറയാ. ആരെ പറ്റിയാണ് പരാതി? ഇവിടെയുള്ള ബാലേട്ടനെ പറ്റിയല്ല, ജോസഫിനെ പറ്റിയല്ല, സാറാമയെ പറ്റിയല്ല, ഇവിടെയുള്ള മുഹമ്മദിനെ പറ്റി, ആമിനക്കുട്ടിയെ പറ്റി ഒരു പരാതി. എന്താ പരാതി? വഖാല റസൂൽ യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ, റബ്ബേ എന്റെ ഉമ്മത്ത് ഖുർആൻ പഠിച്ചില്ല റബ്ബേ, അവർ ഖുർആനിനെ അകന്ന കോടിയിലേക്ക് തള്ളിക്കളഞ്ഞു നാഥാ എന്ന് പരാതി പറയും മുത്തു റസൂൽ എന്ന് വിശുദ്ധ ഖുർആനാണ് പറയുന്നത്. വഖാല റസൂൽ യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ, അവർ ഖുർആനിനെ അകന്ന കോടിയിലേക്ക് തള്ളിക്കളഞ്ഞു എന്ന് വിശുദ്ധ ഖുർആന്റെ 25-ാം അധ്യായം സൂറത്തു ഫുർഖാൻ 30-ാമത്തെ ആയത്താണ്. പെന്ന് കൊണ്ട് എഴുതിയെടുത്ത്, നമ്പർ എഴുതിയെടുത്ത് വീട്ടിൽ ചെന്നിട്ട് പരിഭാഷ എടുത്തിട്ട് നോക്കിക്കോ. മൊഹിദ്ദീന്മാർ അവർ ചെല്ലിയില്ല എന്ന് റസൂലുള്ളാഹിക്ക് പരാതിയില്ല കേട്ടോ. റസൂലുള്ളാഹിക്ക് പരാതിയില്ല. മഞ്ഞൾക്കുളം മാല ചൊല്ലിയില്ല, മങ്കൂസ് മൗലൂദ് ചൊല്ലിയില്ല, അബൂബക്കർ സിദ്ദീഖ് മൗലൂദ് ചൊല്ലിയില്ല. അങ്ങനെ ഏതെങ്കിലും ബീവിമാരുടെയോ ഔലിയാക്കന്മാരുടെയോ അമ്പിയാക്കന്മാരുടെയോ പേരില് മാല ചൊല്ലിയില്ല എന്നുള്ള പരാതി അവർക്കില്ല. മറിച്ച് ഇതെല്ലാം ഉൾക്കൊള്ളുന്ന വിശുദ്ധ ഖുർആൻ വായിച്ചില്ല, പഠിച്ചില്ല, അത് അഗണ്യ കോടിയിലേക്ക് തള്ളിക്കളഞ്ഞു നാഥ എന്റെ ഉമ്മത്ത് എന്ന് മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പരാതി പറയും എന്ന് ഖുർആൻ പറയുന്നു. ഇത് മുജാഹിദുകളെ സ്വാധീനിച്ചു. ഖുർആൻ പഠിക്കാത്തവർക്ക് രക്ഷയില്ല. ഇനി റസൂലുള്ളാഹിന്റെ ഖുത്ബനെ പറ്റി ഇവിടെ പറയണ്ടേ? ഞാൻ ആ ഭാഗത്തേക്ക് വരുമ്പോൾ അത് വിശദീകരിക്കും. പക്ഷേ റസൂലുള്ളാഹിന്റെ ഖുത്ബയെ പറ്റി ഏറ്റവും സഹിയായ റിപ്പോർട്ടിൽ കാണാം. എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുത്ബ, ഖുത്ബത്താനി യജ്ലിസു ബൈനഹുമാ യഖറഉൽ ഖുർആന വയുദക്കിറുൻ നാസ്. നബിയുടെ ഖുത്ബയെ പറ്റിയാണ് ഈ പറയുന്നത്. എന്താ ഖുത്ബ? നബിക്ക് 2 ഖുത്ബ ഉണ്ടായിരുന്നു.
ഇടയിൽ റസൂലുള്ളാഹി വന്നിരിക്കും, എന്നിട്ട് എണീക്കും. അങ്ങനെ രണ്ട്. എന്നിട്ട് പറയാണ് യഖ്റഉൽ ഖുർആന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനെ ഓതും. എന്നിട്ടോ വയുദക്കിറുന്നാസ്, ജനങ്ങളെ ആ ആയത്ത് കൊണ്ട് ഉത്ബോധിപ്പിക്കും. എന്താ നബിയുടെ ഖുതുബ? ആയത്തോതി ജനങ്ങളെ ഉത്ബോധിപ്പിക്കുക. ഞാൻ ചോദിക്കട്ടെ, ഈ വിധത്തിൽ ഖുതുബ ഇവിടുത്തെ സുന്നികൾ നടത്തുന്നുണ്ടോ? ജനങ്ങളെ റസൂലുള്ളാഹിന്റെ ഖുതുബ ഇതായിരുന്നു, അഥവാ ഖുർആൻ ഓതി പഠിപ്പിക്കുക. 500 ഖുതുബയിലൂടെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ജനതയെ സംസ്കരിച്ച് ശുദ്ധീകരിച്ച് ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത സംസ്കാരത്തിന്റെ ഉടമകളാക്കി വളർത്തി. 0 ഡിഗ്രിയിൽ നിന്നൊരു ജനതയെ ദി മോസ്റ്റ് കംപ്ലീറ്റ് ഹിസ്റ്റോറിക്കൽ പേഴ്സണാലിറ്റി എന്ന് ലോകത്തോളം വാഴ്ത്തിയ ചരിത്രത്തിന്റെ നിഴലിൽ ജീവിച്ച മഹാർഗനായ പ്രവാചക ചക്രവർത്തി മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ജനതയെ പരിവർത്തിപ്പിച്ചെടുത്തു. ജാഹിലിയത്തിന്റെ പെടുകുടിയിലേക്ക് വീണുപോയ ബൗദ്ധൈവത്വത്തിന്റെ മുഖം പേറിയ അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും അബദ്ധജടിലമായ ധാരണകളുടെയും മദ്യപാനത്തിന്റെയും മദിരാശിയുടെയും എല്ലാറ്റിലും മുങ്ങിക്കുളിച്ച് എല്ലാ അർത്ഥത്തിലുമുള്ള വൈകൃതങ്ങളെ ഹൃദയാന്തരാളങ്ങളിൽ ആവാഹിച്ചെടുത്തൊരു ജനതയെ ലോകത്തിന് മാതൃകയായി അപ്രകാരം ലോക ചരിത്രത്തിൽ ഒരു പ്രവാചകന്റെയും ഉമ്മത്തിനെ മാനവതക്ക് മാർഗദർശനമായി കാണിക്കാൻ സാധ്യമാകാത്ത വിധം ലോക ചരിത്രത്തിൽ വേറിട്ട് നിൽക്കുന്ന പ്രൗഢോജ്വലമായ തങ്കലിപികളാൽ എഴുതപ്പെട്ട ഒരു അധ്യായത്തെ കുറിക്കാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധിച്ചത് അദ്ദേഹത്തിന്റെ 500 ഖുതുബകളാണ്. ഞാൻ ആ ഭാഗത്തേക്ക് വരുമ്പോ സാധാരണക്കാർക്ക് ഉൾക്കൊള്ളുന്ന ചില കാര്യങ്ങൾ പറയും. നിങ്ങൾക്ക് ചിന്തിക്കാം, പഠിക്കാം, നല്ലതാണോ? ഞാൻ എല്ലാവരോടും പറയണം, നമ്മൾ എന്തിനാ വിഷമിക്കുന്നത്? നമ്മൾ എന്തിനാ ബേജാറാകുന്നത്? അള്ളാന്റെ ദീന് സത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക. ഒരു കൂട്ടരെ സ്വീകരിച്ചില്ലേ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മൂത്താപ്പാന്റെ അല്ലെങ്കിൽ തന്റെ കുടുംബത്തിന്റെ ഏറ്റവും തന്റെ അത്താണിയായ തന്റെ മൂത്താപ്പാന്റെ സന്നിധിയിൽ വന്നിട്ട് എളാപ്പയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞിട്ടില്ലേ, എളാപ്പ യാ ഹമ്മി ഖുലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയ്, ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പടച്ചോനോട് പറയാം എന്ന് കണ്ണുനീർ വാർത്ത് നബി പറഞ്ഞില്ലേ? അപ്പൊ അള്ളാഹ് പറയാണെന്ത്? ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹു യഹ്ദീ മൻ യശാ. നബിയെ, താങ്കൾ ഉദ്ദേശിക്കുന്ന ആളുകളെ താങ്കൾക്ക് ഹിദായത്തിലാക്കാൻ സാധിക്കില്ല കൂട്ടരെ. നബിയെ കണ്ട്, നബിയുടെ കൂടെ ഇരുന്ന്, നബിയുടെ മുഅ്ജിസത്തുകൾ കണ്ട്, നബിയുടെ വളർച്ച കണ്ട്, നബിയിലെ വ്യക്തിത്വം കണ്ട്, നബിയിലെ എല്ലാം കണ്ട് മൂത്താപ്പാക്ക് ആ റസൂലുള്ളാഹിക്ക് ഹിദായത്ത് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ സാധാരണക്കാരനായ നമ്മുടെ പ്രസംഗത്തിന് മനുഷ്യനിൽ സ്വാധീനം ചെലുത്താൻ പോയാൽ നമുക്ക് എന്തിനാണ് ദുഃഖം? പ്രിയപ്പെട്ട ഇസ്ലാഹി പ്രവർത്തകരെ, സൂറത്ത് കഹ്ഫിന്റെ 6ാമത്തെ സൂക്തമാണ്. നബിയെ, ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടും അവർ നന്നാകാത്തതിന്റെ പേരിൽ ചാടി ആത്മഹത്യ ചെയ്ത് കളയാൻ, അല്ലെ, ജീവൻ അങ്ങോട്ട് ഒടുക്കി കളയാൻ നബി തോന്നിപ്പോയി. ഇനി ഞാൻ ജീവിച്ചിട്ട് കാര്യമല്ല, ഇങ്ങനൊക്കെ ഞാൻ അവർക്ക് തെളിവ് പറഞ്ഞിട്ട് എന്താ ഈ കൂട്ടരും ചിന്തിക്കാത്ത? നമുക്കും തോന്നാറില്ലേ? എന്ത് ചെയ്യാനാണ്? ആയത്ത് കൃത്യമായിട്ട് ഓതി വിശദീകരിച്ചിട്ട്, ഹദീസ് കൃത്യമായി ഓതി വിശദീകരിച്ചിട്ട്, ആർക്കും തിരിയുന്ന രൂപത്തിൽ അവതരിപ്പിച്ചിട്ട്, അത് കേട്ടിട്ടും നന്നാകാത്തവരെ പറ്റി ഉസ്താദ് എന്താ പറഞ്ഞ കുറെ വങ്കത്വം, എന്നിട്ട് അത് കരക്കട്ടെ ഞങ്ങൾ ഉസ്താദ് അടിച്ചു പൊളിയായി എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ടാ, പടച്ചോനെ ഇങ്ങനൊക്കെ ആയത്തും ഹദീസ് ഓതിയിട്ട് അതിനൊരു നിലവാരവും കാണാത്ത ഇച്ചെങ്ങാതിന്റെ കാര്യം എന്ത് ഇന്ന് ഇങ്ങനൊക്കെ പറഞ്ഞു, എന്തൊരു കഷ്ടാണിത് എന്ന് നമ്മൾ വിചാരിക്കേണ്ടതില്ല. നമ്മുടെ ദൗത്യം എന്താണ്? ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ ലസ്ത അലൈഹിം ബിമുസൈതിർ. കേൾപ്പിച്ചു കൊടുക്കുക. ഇങ്ങനെയൊക്കെ ഉണ്ട്. പ്രവാചകന്മാരുടെ പാത ഇതാണ്, സാലിഹ്യങ്ങളുടെ പാത ഇതാണ്, സാത്വികന്മാരുടെ പാത ഇതാണ് എന്ന് പറയാ. കേൾക്കട്ടെ. ഇമ്മാ ശാകിറൻ വഇമ്മാ കഫൂറാ. നന്ദിയുള്ളവരായിട്ട് ജീവിക്കാം, നന്ദി കെട്ടവരായിട്ടും ജീവിക്കാം. സൂറത്ത് ദഹർ, സൂറത്ത് ഇൻസാൻ 76-ാം അധ്യായം 3-ാമത്തെ സൂക്തമാണ്. ഫമൻ ശാഅ ഫൽയുമിൻ വമൻ ശാഅ ഫൽയക്ഫുർ. സത്യം അല്ലാഹുവിൽ നിന്നാണ്. ആരെങ്കിലും വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ അവർ വിശ്വസിക്കട്ടെ. ആരെങ്കിലും അവിശ്വസിക്കാനാണ് കൊതിക്കുന്നതെങ്കിൽ അവർ അങ്ങനെ ചെയ്തോട്ടെ എന്ന് 18-ാം അധ്യായം 29-ൽ അല്ലാഹു പറയുന്നു. ലാ ഇക്റാഹ ഫിദ്ദീൻ.
നന്മയും തിന്മയും വേർതിരിഞ്ഞു. കേൾക്കാം, അത് മാത്രമാണ് നമ്മുടെ ബാധ്യത. 2-ാം അധ്യായം 256-ാമത്തെ സൂക്തം. അതുകൊണ്ട് ആരെയും നിർബന്ധിക്കണ്ട, ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് വിശദീകരിക്കുക. അത് മാത്രമാണ് നമ്മുടെ ബാധ്യത. മൂടിവെക്കാതെ പറയാ, സത്യത്തെ തുറന്നു പറയാ, പേടിക്കാതെ പറയാ. ആള് കേൾക്കുമല്ലോ, ആളുകൾ അറിയുമല്ലോ, ആളുകൾ എന്തൊക്കെ വിചാരിക്കും, അങ്ങനെ ഒരു ചിന്ത നമുക്കില്ല. എന്തുകൊണ്ട്? സൂറത്ത് ബഖറയിൽ അല്ലാഹു പറയാണ്, അല്ലാഹു അവതരിപ്പിച്ച സത്യം ഒരാൾക്ക് ബോധ്യപ്പെട്ടു. ബയ്യന്നാഹു ലിന്നാസി, അല്ലാഹു ഖുർആനിലൂടെ വിശദീകരിച്ചു കൊടുത്ത കാര്യങ്ങൾ അറിവുള്ള ആളുകൾ മൂടി വെച്ചാൽ ഉലൈക യൽഅനുഹുമുല്ലാഹ് വയൽഅനുഹുമുൽ ലായിനൂൻ, അല്ലാഹു അവരെ ശപിക്കും. കോടിക്കോടി മലക്കുകൾ അവരെ ശപിക്കും, ശപിക്കുന്നവരൊക്കെയും അവരെ ശപിക്കുമെന്ന് സൂറത്ത് ബഖറ 159-ാമത്തെ സൂക്തം. ഈ ഒരു പേടിയാണ് നമ്മൾ ഇതിന് പ്രേരിപ്പിക്കുന്നത്. ഇവിടുത്തെ ഇസ്ലാഹി പ്രവർത്തകനായ ഒരു പ്രവർത്തകന്റെ വീട്ടിലേക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തെ ചെന്ന് ചില ആളുകൾ കണ്ടു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങളെ എന്തെങ്കിലും വേദനിപ്പിക്കുന്നത് പറഞ്ഞാൽ ഞങ്ങളുടെ കുട്ടികളെ പ്രശ്നം ഉണ്ടാക്കും, പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവൂല. പിന്നെ പറയുന്നതെന്നാണെന്നോ, നിങ്ങൾ ഇവിടെ 4 ആളെ ഉള്ളൂ, 4 ആളെ നിങ്ങളുള്ളൂ, നിങ്ങൾ ഇനി എന്ത് പരിപാടി വെച്ചിട്ടുണ്ടാ, ആളുകൾ മാറുകയില്ല. അത് നീയല്ല തീരുമാനിക്കേണ്ടത്, അത് നിങ്ങളല്ല തീരുമാനിക്കേണ്ടത്. അബൂ സുഫിയാന് ഹിദായത്ത് കിട്ടിയെങ്കിൽ, സുഹൈലിന് ഹിദായത്ത് കിട്ടിയെങ്കിൽ, ഹിന്ദിന് ഹിദായത്ത് കിട്ടിയെങ്കിൽ, വൈശിക്ക് ഹിദായത്ത് കിട്ടിയെങ്കിൽ, അതുപോലെ അനവധി മുശ്രിക്കുകളുടെ നേതാക്കൾക്ക് ഹിദായത്ത് കിട്ടിയെങ്കിൽ ഹിദായത്ത് കിട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് മാത്രവുമല്ല. ആളുകൾ ചോദിക്കും, എന്തിനാ നിങ്ങൾ ഇങ്ങനെ? ഇന്നലെ മൂപ്പര് പറഞ്ഞു, വെറുതെ എന്തിനാ നിങ്ങൾ കുഴപ്പം, ഏതായാലും നിങ്ങൾ 4 ആളെ ഉണ്ടാവുള്ളൂ, അതെന്നെ നിലനിൽക്കുള്ളൂ. ആയിക്കോട്ടെ, 4 ആളെന്ന് ഒരാളെ നിങ്ങളിലേക്ക് വന്നു, എന്താ പ്രശ്നം? ഓന് പോയി എന്നല്ലാതെ, അവന് പോയി എന്നതല്ലാതെ. അതുകൊണ്ടാണ് ഹുദൈബിയ സന്ധി നബി എന്ന് പറഞ്ഞത്, ഇവിടുന്ന് ആരെങ്കിലും അങ്ങോട്ട് പോയാൽ നിങ്ങൾ വിടണ്ട, ഇനി അവിടുന്ന് ഒരാൾ ഇങ്ങോട്ട് വന്നാലോ ഞങ്ങൾ അങ്ങോട്ട് അയക്കുകയും ചെയ്യും. ഇതാണ് സുന്നി മുജാഹിദ് തമ്മിലുള്ള വ്യത്യാസം. അത് അതേ ഹുദൈബിയ സന്ധിന്റെ വ്യത്യാസം. കാരണം നബിക്ക് ഉറപ്പുണ്ട്, ഇങ്ങോട്ട് വന്നോനെ അത് ബോധ്യപ്പെട്ട് വന്നാ ഓൻ പിന്നെ അങ്ങോട്ട് പോവില്ല. പിന്നെ ഓന് വേറെ എന്താ താല്പര്യമായിട്ടാ വന്ന്, ഓൻ അങ്ങോട്ട് തന്നെ പോകും. നേരെ മറിച്ച് അവിടുന്ന് ഒരാൾ ഇങ്ങോട്ട് വന്ന് മടക്കി അയച്ചാലും ഓന് യക്കീനോട് കൂടിയാ വന്നെങ്കിൽ ഓൻ ഇവിടുന്ന് ജീവിച്ചോളും. അതാണ് ആരുടെ ചരിത്രം? സുഹൈലിന്റെ മകൻ അബൂ ദുജാനയുടെ ചരിത്രം. അറിയോ? അപ്പൊ മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങോട്ട് വന്നൊരിച്ച് അറിഞ്ഞ് മനസ്സിലാക്കി, എന്നാ ഓന് നന്ന്, ഇനി ഓനെ നമ്മളെ പറ്റിക്കാൻ വന്നിട്ട് അങ്ങോട്ട് തന്നെ പോയി വിചാരിക്കാം, എന്നാ ഓന് പോയി. ഇത്രേ ഈ കാര്യത്തിലൊക്കെ ഉള്ളൂ. പിന്നെ ഈ നാട്ടിലൊരാൾ നന്നായി അയാൾക്കല്ലേ അയാളുടെ പരലോകത്ത് നല്ലത്. നമുക്കിപ്പോ എന്താ, ഇനി ഒരുത്തൻ അങ്ങ് പോവുകയാണ്, എന്നാ അതിന്റെ പേരിൽ നമ്മൾ കലാപം ഉണ്ടാക്കണേ. ഇനി മാത്രമല്ല, ബനു ഇസ്രായേലുകൾ, ഞാൻ ആ ചരിത്രം ഓർക്കുമ്പോൾ എനിക്ക് ഈ സംഭവം ഓർമ്മയില്ല, ഇയാളെ വാക്ക്. ബനു ഇസ്രായേലുകളോട് അല്ലാഹു പറഞ്ഞെന്തറിയോ? മീൻ പിടിക്കരുത്. യൗമുസബത്തിന്റെ അന്ന്, ശനിയാഴ്ച മീൻ പിടിക്കരുത് എന്ന് പറഞ്ഞപ്പോ അവരിലൊരു വിഭാഗം ആളുകൾ എന്ത് ചെയ്തു? വലിയ ഓവുചാല് കടലിൽ നിന്നിട്ട് ഉണ്ടാക്കിയിട്ട് അവിടെ കൊണ്ടുവന്ന് മത്സ്യത്തൊക്കെ ആക്കി അതിന്റെ എൻട്രി അടച്ചു. ഇതൊരു ഹറാമായ പ്രവൃത്തിയാണ്, തെറ്റാണ്. അങ്ങനെ തെറ്റ് ചെയ്തപ്പോ എന്തായി? അവരിൽപ്പെട്ട മുവഹിദുകൾ, മുജാഹിദുകൾ, ധർമ്മബോധമുള്ളവർ, തിന്മയെ എതിർക്കുന്നവർ, നന്മയുടെ വാഹകർ ഈ ആളുകളോട് ചെന്ന് പറഞ്ഞു, കൂട്ടരെ ഇത് അല്ലാഹു ഹറാമാക്കിയ, നിങ്ങൾ ചെയ്യരുത്, തെറ്റാണ് എന്ന് പറഞ്ഞു. അപ്പൊ അതിൽ മൂന്നാമതൊരു ടീം, ഖുർആനൊക്കെ പറയുന്നത് എന്റെ വകയല്ല. സൂറത്ത് അറാഫ് 7-ാം അധ്യായം, സൂറത്ത് അറാഫ് 7-ാം അധ്യായം 163 to 166 വരെയുള്ള സൂക്തം. എന്താ അവിടെ അല്ലാഹു പറയുന്നത്? അങ്ങനെ ഇവര് വന്നിട്ട് ചോദിച്ചു, ഈ ഇന്നലെ ഉണ്ടായ പോലെ ഒരു സംഘം വന്ന് പറഞ്ഞു, നിങ്ങൾ എന്തിനാ അവരുടെ പ്രശ്നം? നിങ്ങൾ ഏതായാലും 4 ആളെയാണ്, ഓലക്ക് മാറാനും പോണില്ല, ഓലക്ക് ഇങ്ങനെ തന്നെയാണ്. അതുപോലെ അന്നത്തെ കാലത്ത് മീൻ പിടിച്ച ആളുകളോട് അന്നത്തെ മുജാഹിദുകൾ നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്, ശരിയല്ല. അപ്പൊ അവരിൽപ്പെട്ട വേറൊരു ടീം വരേണ്ടിട്ട് അവരോട് എന്ത് ചോദിച്ചു? നിങ്ങൾ എന്തിനാ വെറുതെ ഇത് പറയുന്നത്? ഏതായാലും നിങ്ങൾ ഈ തെറ്റ് ചെയ്യില്ല. അവരാകട്ടെ അള്ളാഹു നശിപ്പിക്കാൻ തീരുമാനിച്ചു, പിന്നെ എന്തിനാ നിങ്ങൾ ഇത് പറയണേ? അന്ന് വിശ്വാസികൾ കൊടുത്തൊരു മറുപടിയാണ് മുജാഹിദുകളായിട്ട് ഞങ്ങൾക്കും പറയാനുള്ളത്. കാലൂ മഅദിറത്തൻ ഇലാ റബ്ബിക്കും, കാലൂ മഅദിറത്തൻ ഇലാ റബ്ബിക്കും, റബ്ബിന്റെ അടുത്ത് ഉദിർ പറയാനാ ഞങ്ങൾക്ക്. മനസ്സിലായോ? ഞങ്ങൾ എന്തിനത് പറയണത്? പടച്ചോനെ, ഞങ്ങൾ നിന്റെ കിതാബിന്ന്, നിന്റെ പ്രവാചകന്റെ ചരിത്രത്തിന്ന് ചിലതൊക്കെ മനസ്സിലാക്കി, ഞങ്ങളത് ജനങ്ങൾക്ക് കലവറയില്ലാത്ത. ഞാനിന്ന് സംസാരിച്ചപ്പോ, ഇതിന്റെ സംഘാടകരോട് സംസാരിച്ചപ്പോ ഞാൻ പറഞ്ഞതാ, നമുക്ക് വേദന ഉണ്ടാകണം. ഏതൊരു മനുഷ്യൻ മരിച്ചു പോകുമ്പോ നമുക്കൊരു വേദന ഉണ്ടാകണം. ഇവിടുത്തെ ഒരു ഹിന്ദു സഹോദരൻ മരിക്കുമ്പോ ഒരു യഥാർത്ഥ മുസ്ലിമിന് സന്തോഷം ഉണ്ടാകുക. അങ്ങേയറ്റത്തെ ദുഃഖം, അങ്ങേയറ്റത്തെ ദുഃഖം. ശിർക്ക്
ശിർക്ക് ചെയ്ത് മരിക്കുന്ന മുസ്ലിമായാലും ഹിന്ദു ആയാലും ക്രിസ്ത്യാനിയായാലും ബൗദ്ധൈവത്വ വിശ്വാസവുമായി മരിച്ചു പോകുന്ന ഒരാളെ കുറിച്ച് യഥാർത്ഥ മുവഹിദിന് കരയാനല്ലാതെ ചിരിക്കാൻ കഴിയില്ല. അതാണ് ഇസ്ലാമിന്റെ ചരിത്രം. അതാണ് ഇസ്ലാമിന്റെ ചരിത്രം. അതുകൊണ്ട് ആ യഹൂദ മരിച്ചു വരിയുമ്പോ റസൂലുള്ളാഹിന്റെ കൺതടങ്ങളിൽ നിന്ന് കണ്ണുനീർ ധാരധാരി ഒഴുകി. സഹാബത്ത് ചോദിച്ചല്ലോ, എന്തിനാ കരയുന്നത് എന്ന് ചോദിച്ചപ്പോ റസൂലുള്ളാഹിന്റെ വാക്കെന്താ? റഹ്മത്തുല്ലിൽ ആലമീനായി ഞാനിവിടെ ജീവിച്ചിരിക്കെ ഹിദായത്ത് കിട്ടാതെ മരിച്ചു പോയല്ലോ, ഞാൻ എന്റെ റബ്ബിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരുമല്ലോ. ഈ വിചാരം ഇവിടുത്തെ ഏതെങ്കിലും ഒരു മനുഷ്യൻ നാളെ ദർഗയിൽ ചെന്ന് ശിർക്ക് ചെയ്ത് റഹ്മാനായ റബ്ബ് പഠിപ്പിച്ച ദീനിനെതിരായി മരിച്ചു പോയാൽ അബ്ദുറഹ്മാൻ ഖാൻ നാളെ നമുക്കെതിരെ പറയാതിരിക്കാൻ, മുഹമ്മദ് നമുക്കെതിരെ പറയാതിരിക്കാനാണ് ഈ സന്ദേശം പറയുന്നത്. അല്ലാതെ ആരെയും ഏതെങ്കിലും ഒന്ന് ആക്കി മാറ്റിക്കളയാം, മുജാഹിദിൽ കുറെ ആളെ ചേർക്കാം, ഇല്ല സുഹൃത്തുക്കളെ, ഇല്ല. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ലക്ഷ്യമില്ല. മറിച്ച് ഞങ്ങളുടെ ലക്ഷ്യം റബ്ബേ നീ ഏൽപ്പിച്ച ഈ ദൗത്യം, നിന്റെ പ്രവാചകൻ ഏൽപ്പിച്ച ഈ ദൗത്യം, ഈ റിസാലത്ത് അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കലല്ലാത്ത ഒരു ദൗത്യവും ഞങ്ങളുടെ ഇടയിലില്ല. ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസനതി വജാദിലുഹും ബില്ലതി ഹി അഹ്സൻ. നല്ല രൂപത്തിലെ ജനങ്ങളെ തത്വദീക്ഷിതയോടെ യുക്തിഭദ്രമായി ജനങ്ങളെ ഈ ദീനിലേക്ക് സതുപദേശത്തോടെ ക്ഷണിക്കാനല്ലാതെ അല്ലാഹു നമ്മളോട് കൽപ്പിച്ചിട്ടില്ല. 16-ാം അധ്യായം സൂറത്തുൽ നഹ്ൽ 125-ാമത്തെ ആയത്താണ്. നല്ല രൂപത്തിലെ സംവാദത്തിൽ ഏർപ്പെടാനാണ് നമ്മളോട് പറഞ്ഞത്. ഖുൽ യാ അഹ്ലൽ കിതാബി തആലൂ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വബൈനകും അല്ലാ നഅബുദ ഇല്ലല്ലാഹ്. അതേ വേദക്കാരെ യഹൂദന്മാരെ ക്രിസ്ത്യാനികളെ, നിങ്ങൾ വരൂ. തആലൂ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വബൈനകും അല്ലാ നഅബുദ ഇല്ലല്ലാഹ്. ഇത് പറയാൻ വേറൊരാൾ വരുമോ? ഖുർആനിന്റെ 3-ാം അധ്യായം സൂറത്ത് ആൽ ഇംറാൻ 64-ാമത്തെ ആയത്ത്. ഇങ്ങനെ ക്രിസ്ത്യാനികളോട്, ഹൈന്ദവരോട്, ക്രൈസ്തവരോട്, സമൂഹത്തോട് ഇത് പറയാൻ ഇനിയൊരു നബി വരുമോ? ഇനിയൊരു നബി വരില്ല. സൂറത്ത് ഇഖ്ലാസ് പോലും ക്രിസ്ത്യാനികൾ ദൈവവിശ്വാസം അന്വേഷിച്ചപ്പോ അവതരിപ്പിച്ചതാണ്. ക്രിസ്ത്യാനികൾക്ക് മറുപടി കൊടുത്തുകൊണ്ട് അവതരിച്ച സൂക്തമാണ് സൂറത്ത് ഇഖ്ലാസ്. അപ്പോ ക്രൈസ്തവരോട് സൂറത്ത് കഹ്ഫിന്റെ 4-ാമത്തെ ആയത്ത് എന്താ? വയുൻദിറല്ലദീന ഖാലു ഇത്തഖദല്ലാഹു വലദാ. അല്ലാഹു ഒരു കുട്ടിയെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് വാദിക്കുന്നവർക്ക് താക്കീത് നൽകാനെന്നാണ്. ഈ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുജാഹിദ് പ്രസ്ഥാനത്ത് പറയുന്നത്. അല്ലാതെ ഞങ്ങൾ 4 ആളിലേക്ക് 10 ആളെ കൂട്ടാം എന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടില്ല. ഞങ്ങൾക്ക് ആഗ്രഹമില്ല. അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ ഇടയിൽ കുറെ ആളുകൾ പിളർന്നങ്ങോട്ട് പോയി. ഞങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടായോ? എത്ര ആളുകൾ ഈ പ്രസ്ഥാനത്തിന് പോയി ഓരോ ഭൗതിക താല്പര്യങ്ങൾ വെച്ചിട്ട് അവരോരോരുത്തരും പോയപ്പോ ഞങ്ങൾക്ക് അംഗസംഖ്യ കുറഞ്ഞു എന്ന് തോന്നിയോ? ബേജാറ് തോന്നിയോ? ഇല്ല. കാരണം എന്താ? വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ. ബഹുഭൂരിപക്ഷം ആളുകളും മനസ്സിലാക്കുകയില്ല നബിയെ. ഭൂരിപക്ഷത്തെ നിങ്ങൾ പിന്തുടർന്നാൽ അവർ നിങ്ങളെ വഴിതെറ്റിച്ചു കളയും. ഇതൊക്കെ ഖുർആൻ പറഞ്ഞ. അതുകൊണ്ട് ഭൂരിപക്ഷം സത്യത്തിന്റെ മാനദണ്ഡമല്ല, ന്യൂനപക്ഷവും സത്യത്തിന്റെ മാനദണ്ഡമല്ല. സത്യത്തിന്റെ മാനദണ്ഡം ഖുർആനും സുന്നത്തുമുണ്ടോ ആണ് മാനദണ്ഡം. ഞാനിങ്ങനെ ദീർഘിച്ച് പറഞ്ഞു, ഒരുപാട് പറയേണ്ടി വരും. ഞാൻ വിഷയത്തിലേക്ക് തിരിച്ചു വരിക. നോക്കൂ, നിങ്ങൾ മരിച്ചുപോയ മഹാന്മാരായ അമ്പിയാക്കൾ, ഔലിയാക്കൾ, അവർ കേൾക്കും, കാണും, അറിയും എന്ന് ഒരു വിഭാഗം ആളുകൾ വിശ്വസിക്കും. അങ്ങനെയല്ല എന്ന് മറ്റൊരു വിഭാഗം ആളുകൾ പറയും. ഈ 2 കൂട്ടർക്ക് ഈ വിഷയത്തിൽ ഒരു തീർപ്പുണ്ടാകണല്ലോ. എന്താ വഴി? നമ്മൾ ആലോചിക്കണല്ലോ, നമ്മൾ ശരിക്കും പഠിക്കണല്ലോ. അപ്പൊ ഇത് കണ്ടകളെ, AP സുന്നികൾ ഇറക്കിയിട്ടുള്ള ഒരു പുസ്തകമാണ് ഇസ്ലാമിക ആദർശ ഡയറി. ഇത് ഇസുദ്ദീൻ കാമിൽ സഖാഫി കേരളത്തിന്റെ ഒട്ടുമിക്ക ഭാഗങ്ങളിൽ വിതരണം ചെയ്ത ഒരു കൊച്ചു പുസ്തകം. ഈ പുസ്തകത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ പറയുന്നത് നോക്കൂ. കഴിവുകൾ മരണശേഷം എന്ന് പറഞ്ഞിട്ട് തുടങ്ങണത് ഇതിന്റെ 34-ാമത്തെ പേജ് മുതൽ. കഴിവുകൾ മരണശേഷം എന്നിട്ട് പറയാ, മരിച്ചവർക്കുള്ള കഴിവുകളാട്ടോ പറയണേ. മരിച്ചവർ കാണും, മരിച്ചവർ കേൾക്കുന്നു, മരണപ്പെട്ടവർ സഹായിക്കും, മരിച്ചവർ സംസാരിക്കും, മരിച്ചവർ നമസ്കരിക്കും, മരിച്ചവർ സഞ്ചരിക്കുന്നു, മരിച്ചവർ ഭക്ഷിക്കുന്നു, മരിച്ചവർ സംവദിക്കുന്നു. അപ്പോ ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരും തമ്മിൽ എന്താ വ്യത്യാസം? ജീവിച്ചിരിക്കുന്നവൻ എന്തൊക്കെ ഗുണുണ്ടോ അതിനേക്കാൾ കൂടുതൽ സ്ട്രോങ്ങില് മരിച്ചവനുണ്ട്. അപ്പൊ മരണം എന്ന് പറയുന്നത് എന്താ? അത് നമ്മളൊന്ന് ആലോചിക്കണല്ലോ.
അതായത് ജീവിച്ചിരിക്കുന്നവന് എന്തൊക്കെ ഉണ്ടോ അതിനേക്കാൾ സ്ട്രോങ്ങിലാണ് മരിച്ചതിന് ശേഷം. ശരി, അപ്പൊ പിന്നെ മരണം എന്ന് പറയുന്നത് എന്താണ്? അവിടെയാണ് വമ്പിച്ച തെറ്റിദ്ധാരണകൾ ജനിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഇനി നിങ്ങൾ നോക്കൂ, സ്കാനിങ്. ഈ സ്കാനിങ് എന്താണ്? മുസ്ലിയാക്കന്മാർ ഇത്രയേറെ ആധുനിക ടെക്നോളജിയെ കുറിച്ച് അറിവില്ലാത്ത ആളുകൾ ആകരുത്. ചുരുങ്ങിയത് കുട്ടികളെ സുന്നി കുടുംബത്തിൽ സയൻസ് ഒക്കെ പഠിച്ച ആൾക്കാരുണ്ടായിരുന്നു. നിങ്ങളൊന്നും ഉസ്താദ്, കാരണം ആ വകുപ്പ് ഇവർക്ക് ബന്ധമല്ല, അതുകൊണ്ട് അവർക്കറിയില്ല. നിങ്ങൾ നോക്കേ, കഴിഞ്ഞ ദിവസം കാസർഗോഡ് ജില്ലയിലെ ISMന്റെ ഒരു ജില്ലാ സമ്മേളനം നടന്നു. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു ജില്ലാ സമ്മേളനം. അതിന് മറുപടി നൽകിക്കൊണ്ട് പ്രസംഗിക്കാവുന്ന പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയാണ്. അയാൾ മരിച്ചോര് കേൾക്കുന്നുള്ളതിന് തെളിവാക്കിയെന്നറിയോ? അയാൾ പറയാം, കൊയിലാണ്ടിന്ന് കണ്ടോ, എന്റെ മൊബൈലില് ഭാര്യ വിളിക്കൽ, എവിടുന്ന്? കൊയിലാണ്ടിന്ന്, എനിക്കിവിടെ കിട്ടി. അപ്പൊ മരിച്ചോല് കേൾക്കൂലേന്നാണ്. എന്റെ ചെങ്ങായിമാരെ, ഇത് ജനങ്ങളോടല്ലേ പറയണേ? ഏറ്റവും ചുരുങ്ങി നിങ്ങൾ ഉസ്താദുമാർക്ക് ഇത്ര വിവരമുള്ളൂ എന്ന് പബ്ലിക്കിൽ നിങ്ങൾ പറയരുത്, ജനങ്ങൾ അറിയുകയും ചെയ്യരുത്. അപ്പോ നമ്മള് മറുപടി ഓർത്തപ്പോ ചോദിച്ചു, അല്ല ചെങ്ങായി, റേഞ്ച് ഇല്ലാത്തടത്ത് കിട്ടുവോ? ഒന്ന്. പിന്നെ ഏത് ഇതിൻ്റെതാണോ, കണക്ഷൻ ഏതിൻ്റെതാണോ അതിൻ്റെതായ ടവർ ഇല്ലെങ്കിൽ അവിടെ കിട്ടുവോ? അത് ഓഫാക്കിയാ കിട്ടുവോ? പിന്നെ മരിച്ചാ കിട്ടുവോ? എന്താ ആളുകള് മൊബൈൽ എന്ന് പറഞ്ഞ എന്താണ്? അതിന്റെ ടെക്നോളജി എന്താണ്? സാങ്കേതിക വിദ്യ എന്താണ്? ഇപ്പൊ റേഡിയോ എന്താ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അതിൽ ബാറ്ററി ഇല്ലാതെ, കറണ്ട് ഇല്ലാതെ വെറുതെ പാടും. അത് കറണ്ട് വേണം, ബാറ്ററി വേണം. കറണ്ട് ഇല്ലെങ്കിൽ ബാറ്ററി വേണം. പിന്നെ സ്റ്റേഷൻ കിട്ടണ്ടേ? സ്റ്റേഷന്റെ എങ്ങനെ നീക്കി കൊടുക്കുമ്പോ സ്റ്റേഷൻ കിട്ടണ്ടേ? അത് ക്ലിയർ ആകണ്ടേ? അതിനതിൻ്റെതായ സംവിധാനങ്ങൾ വേണ്ടേ? അതൊക്കെ വേണം അല്ലേ? ഇത് പറഞ്ഞുകൊണ്ടാണ് പാവപ്പെട്ട ആളുകളെ വഞ്ചി. ഇനി സ്കാനിങ് എന്നാ ഇപ്പൊ സ്കാനിങ് തുടങ്ങി? അതിപ്പോ ഒന്ന് ആലോചിക്കണല്ലോ. ഈ സ്കാനിങ് സംവിധാനം ഇതാണല്ലോ മരിച്ചോല് കേൾക്കുന്നുള്ളതിന് തെളിവ്. അപ്പൊ സ്കാനിങ് വരാത്ത കാലത്ത് ഇപ്പൊ എന്തായി തെളിവ് ഉദ്ധരിക്കുക? സ്കാനിങ് വന്നതിന് ശേഷം സ്കാനിങ് പറയാം. സ്കാനിങ് ഇല്ലാത്ത കാലത്ത് എന്തായിരുന്നു തെളിവ്? നിങ്ങൾക്ക് ഇപ്പൊ സ്കാനിങ് ആ മരിച്ചോല് കേൾക്കുന്നുള്ളതിന് തെളിവ്. പിന്നെ അള്ളാന്റെ ഖുർആൻ എന്താണോ സ്ഥാനം? ഹദീസിന് എന്താ സ്ഥാനം? അള്ളാന്റെ ഖുർആനിൽ അള്ളാ പറയാ മരിച്ചോല് കേൾക്കൂല, മരിച്ചോല് കേൾക്കൂല, ഉത്തരം ചെയ്യൂലെന്ന് റഹ്മാനായ റബ്ബ് തീർത്തു പറയാ. ഇനി നമ്മൾ പറയാ സ്കാനിങ് ഇല്ലേ, കേൾക്കൂലേ? ഇനി സ്കാനിങ് എന്താ? സ്കാനിങ്ങിനെ പറ്റി ഒന്ന് പഠിക്കാൻ തൽക്കാലങ്ങൾ ആ കോഴ്സ് ഒന്ന് പഠിപ്പിക്കാം. സ്കാനിങ്ങിനെ പറ്റി കേട്ടോ. സ്കാനിങ്ങിന്റെ സ്ഥിതി ഇനി ഒന്ന് പരിശോധിക്കുക. ഒരു ഗർഭിണിയായ സ്ത്രീ അവരെ 3 മാസമാകുമ്പോ സ്കാൻ ചെയ്താൽ കുട്ടിയുടെ വളർച്ച, കുട്ടിയുടെ അവസ്ഥ, കുട്ടി എങ്ങനെയാ കിടക്കുന്നത്, വലിപ്പുണ്ടോ, 3 മാസത്തിനനുസരിച്ചുള്ള വളർച്ചയാണോ, അല്ലെങ്കിൽ ഗർഭപാത്രത്തിൽ എങ്ങനെ, ഇതൊക്കെ അറിയാൻ അല്ലേ? ശരി. എന്നിട്ട് ഇവിടെ പാടിയ വരികൾ എന്താ? കുപ്പിക്കാകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളുടെ കൽബകമെന്നോവർ. സ്കാനിങ്ങിന് ഒരു മനുഷ്യന്റെ കൽബിനുള്ളത് പറയാൻ പറ്റുമോ? ചിന്തിക്കണേ. നമ്മുടെ ചർച്ചാ വിഷയം എന്താ? നമ്മുടെ ചർച്ചാ വിഷയം എക്സ്റേ, സ്കാനിങ് പോലെയുള്ള റേകൾക്ക്. ഈ റേകൾക്ക് മനുഷ്യന്റെ ഉള്ളിലെ എല്ലില് എന്തോ അവസ്ഥ ഉണ്ടോ ഇല്ലേ എന്നറിയാൻ കഴിയൂലേ? നമുക്കിടയിലുള്ള ചർച്ച അല്ല. പിന്നെ മൊഹിദ്ദീൻമാലയിൽ ഉള്ളതെന്താ? കുപ്പിക്കകത്തുള്ള വസ്തു കാണുന്ന പോലെ മനുഷ്യന്റെ കൽബകത്തുള്ളത് മൊഹിദ്ദീൻ ഷെയ്ഖ് കാണുന്ന. അത് സ്കാനിങ് തമ്മിൽ എന്താ വ്യത്യാസം? എന്താ ബന്ധം? സ്കാനിങ്ങില് സ്കാൻ ചെയ്യപ്പെടുന്ന സ്ത്രീയുടെ ഹൃദയത്തിൽ എന്താ ഉള്ളതെന്നാ റെക്കോർഡ് വിവരം വേണ്ടേ? സ്കാനിങ് എന്താണെന്നോ എക്സ്റേ എന്താണെന്നോ അതെന്താണെന്നുള്ള വിവരം വേണ്ടേ? എന്നിട്ട് അത് ജനങ്ങളുടെ റോട്ടിലൊന്ന് വിളിച്ചു പറയാൻ അതിനും വേണ്ടേ കുറച്ചൊരു തന്റേടവും കാര്യമൊക്കെ? വല്ലാത്തൊരു ചർമ്മ സൗഭാഗ്യം തന്നെയാണ്. കൂട്ടരെ, സ്കാനിങ് ഒരു പെണ്ണിന്റെ ഹൃദയത്തിലുള്ള അറിയുന്ന സിസ്റ്റാണോ? ആണോ? ഒരു മനുഷ്യന്റെ മനസ്സിലുള്ളത് അറിയുന്ന വിഷയമാണ് നമ്മുടെ ചർച്ച അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. സ്കാനിങ്ങില് ഇവിടെ പെമ്പറിനോടെ മനസ്സില് മറ്റോനെ കുറിച്ചൊരു പ്രേമുണ്ട്, ഇവനെ കുറിച്ചൊരു തെറ്റിദ്ധാരണ ഉണ്ട് എന്നുള്ള രേഖപ്പെടുത്തുന്നത് ആ കുട്ടിന്റെ വലിപ്പത്തിലെന്നുള്ളതല്ലേ? അതുകൊണ്ട് നിങ്ങൾ ഇനി എന്ത് വേണമെന്നറിയോ? തറാ പറാന്ന് പഠിപ്പിക്കുന്ന പോലെ ഈ ആളുകൾക്ക് എന്താണ് സ്കാനിങ്, എന്താണ് എക്സ്റേ, എന്താണ് MRI സ്കാനിങ് ഒക്കെ പറഞ്ഞാൽ എന്താണ്? സാമാന്യം ഇവരുള്ള ആളുകളോട് ചെന്ന് ചോദിച്ചൊന്ന് പഠിക്കാൻ പറ, എന്നിട്ട് ഈ വിഷയത്തൊന്ന് വിലയിരുത്താൻ പറ അല്ലെ? സ്കാനിങ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ റിപ്പോർട്ട് കിട്ടിയാൽ എന്താ ഉണ്ടാകുക? കുട്ടിയുടെ വളർച്ച, കുട്ടിയുടെ കാര്യങ്ങൾ, മറ്റു കാര്യങ്ങൾ, വയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതുണ്ടാവുക. അല്ലാതെ ആ പെണ്ണിന്റെ ഹൃദയത്തിൽ എന്തുണ്ടെന്നാ മൊഹിദ്ദീൻമാലയിൽ എന്താ പറഞ്ഞേ? മൊഹിദ്ദീൻമാലയിലുള്ള എന്താണ്? നിങ്ങളുടെ ഹൃദയത്തിലുള്ളത് അറിയും. അത് അള്ളാഹ്ക്ക് മാത്രമേ അറിയൂന്നാണ് ഖുർആൻ പറയുന്നത്. ഞങ്ങളുടെ ചർച്ച അതാണ്.
പടച്ച തമ്പുരാന്. അതുകൊണ്ടാണ് ഇന്നഹും അലീമും ബിദാത്തി സുദൂർ, ഹൃദയത്തിലുള്ള അറിയുന്ന പടച്ചോനാണ് എന്ന് പറഞ്ഞാൽ അത് ബാക്കിയുള്ളവർക്ക് അറിയാം. പിന്നെ പടച്ചോൻ എന്തോടോ പ്രത്യേകത? പടച്ചോന്റെ പ്രത്യേകത എന്താണ്? നിങ്ങൾ ചിന്തിക്കും. പടച്ചോൻ പറയാണ് നിങ്ങളുടെ ഹൃദയത്തിൽ അറിയുന്നത് ഞാനാണ്. അത് മുഹമ്മദ് നബി അറിയും, മൊയ്തീൻ ഷെയ്ഖും അറിയും, ആ കണ്ടിൽ എല്ലാവരും അറിയും, എല്ലാ ആൾക്കാരും അറിയും, തങ്ങന്മാരറിയും, ബീവിമാരറിയും, എല്ലാരും അറിയുന്നാണെങ്കിൽ പിന്നെ പടച്ചോൻ എന്താ പ്രത്യേകത? അതൊന്നും പഠിക്കണ്ടേ നമ്മള്? പടച്ചോൻ വരെ നിങ്ങളുടെ ഹൃദയത്തിലുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാണെങ്കിൽ ഖുർആനിലെ എത്ര സ്ഥലങ്ങളിൽ ഹൃദയങ്ങളിൽ അവരുടെ പുറത്തു കൊണ്ടുവരുന്ന ദിവസം, ഹൃദയങ്ങളിൽ പുറത്തു കൊണ്ടുവരുന്ന ദിവസം അല്ലേ, അവരെ മനസ്സിലെ വികാരങ്ങൾ എന്താണ് എന്ന് പുറത്തു കൊണ്ടുവരുന്ന ദിവസം. നിങ്ങൾ ആലോചിച്ചു നോക്കിയേ. ഇനി ഇവര് പറയുന്ന പ്രകാരാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു മനുഷ്യൻ 1 ലക്ഷം ഉറുപ്പിക കൊടുക്കുകയാണ്. അയാളെ മനസ്സിൽ ഞാൻ ധർമ്മിഷ്ഠനാണ് എന്ന ആളുകൾ അറിയട്ടെ എന്നാണ്. അതൊരാൾക്കും കാണാൻ അറിയാനോ കഴിയോ? അത് മൊയ്തീൻ ഷെയ്ഖിനും അറിയെങ്കിൽ അള്ളാഹ്ക്ക് മാത്രം അറിയുന്ന ആ കാര്യം. അതാണല്ലോ അവിടുത്തെ പ്രതിഫലം പ്രത്യേകമാണ്. കാരണം ഇവിടെ 1 ലക്ഷം കൊടുത്തോ പരലോകത്തിരുമ്പോ 0. അത് അള്ളാഹ് ചോദിക്കണ്ടല്ലോ. ഒരു ധനാഢ്യനെ വിചാരണ ചെയ്യുമ്പോ നിനക്ക് സമ്പത്ത് വന്നിരുന്നു, നീ എന്താ ചെയ്തത്? പടച്ചോനെ നിന്റെ മാർഗത്തിലൊക്കെ ചെലവഴിച്ചു, ദുനിയാവിൽ ആർക്കോ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ പരലോകത്ത് നീ കളവ പറഞ്ഞേ. ജനങ്ങളുടെ പബ്ലിസിറ്റി അല്ല എന്ന് ഉദ്ദേശിച്ച് അതേ എന്ന് അവൻ പരലോകത്ത് പറയും. കാരണം എന്താ? അവന്റെ ഹൃദയത്തിൽ എന്താണ് പടച്ചോനെ അറിയും. നേരത്തെ മൊയ്തീൻ ഷെയ്ഖിനെ അറിയാം. സുഖല്ലേ വിചാരണക്ക് അള്ളാന്റെ കൂടെ കൂടാലോ. എല്ലാരും ഹൃദയത്തിലും മൂപ്പരെ അറിയെങ്കിലേ വിചാരണ എളുപ്പമായില്ലേ കുറച്ചുകൂടി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ മാതിരി വിടുവായിത്തും വിവരക്കേടും അതിന്റെ പേരാണ് സുന്നത്തിയമായത്. വിവരക്കേടിന്റെ പേരാണ് സുന്നത്തിയമായത് ആണോ? അതുകൊണ്ട് നന്നായിട്ട് നിങ്ങളത് മനസ്സിലാക്കണം. ഹൃദയത്തിനുള്ളത് അറിയാൻ ഷെയ്ഖ് മൊഹിദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനിക്ക് കഴിയും എന്ന വിശ്വാസവും സ്കാനിംഗ് റിപ്പോർട്ടും തമ്മിൽ എന്ത് ബന്ധമുള്ളതിന്റെ കൂട്ടരെ നിങ്ങളൊന്ന് ആലോചിക്കുക. അതുകൊണ്ട് ഇതൊന്ന് നന്നായിട്ട് നിങ്ങൾ പഠിക്കണം. ഇനി സ്കാനിംഗ് എന്ന് പറഞ്ഞാലേ കറണ്ട് ഇല്ലെങ്കിൽ, ആ യന്ത്രം വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ, അതിന് തകരാറാണെങ്കിൽ ഇതിൽ എന്തെങ്കിലും റിപ്പോർട്ട് കിട്ടുമോ? കിട്ടൂല. സ്കാനിങ്ങിന് അതിന്റേതായ സംഗതികളുണ്ട്. ഒരു സ്കാൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ നോക്കൂ, വയറ് നിറയെ വെള്ളം കുടിക്കണം, മൂത്രമൊഴിക്കാൻ പാടില്ല, അതിന് എന്താ അങ്ങനെയൊക്കെ ചെയ്താലേ അത് കിട്ടുള്ളൂ. അതിന് ചില നിബന്ധനകളുണ്ട്. ആ നിബന്ധനകൾ പാലിക്കണം അല്ലേ? നേരെ മറിച്ച് ഇവർ പറയുന്നത് എന്താ? അള്ള കാണുന്ന പോലെ കാണും, അള്ള കേൾക്കുന്ന പോലെ കേൾക്കും, അള്ള പ്രവർത്തിക്കുന്ന പോലെ പ്രവർത്തിക്കും എപ്പോഴും. ഇതല്ലേ വിശ്വാസം? ഈ വിശ്വാസവും സ്കാനിങ് തമ്മിൽ ഒരു ബന്ധമില്ല എന്ന് നിങ്ങൾ ഉസ്താദിനെ പഠിപ്പിക്കണം. മിനിമം ഈ കേസറ്റെങ്കിലും നിങ്ങൾ ഉസ്താദിനെ കളിപ്പിക്കുക. എന്നിട്ട് ബോധ്യപ്പെട്ടാ പിന്നെ ആവർത്തിക്കുകയും ചെയ്യരുത്. ഇനി ബോധ്യപ്പെട്ടില്ലേ ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുക, ഒരു ഒഴിഞ്ഞ സമയത്ത് പരിചയമുള്ള ഏതെങ്കിലും ഡോക്ടറെ സ്കാനിങ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ സാങ്കേതിക വിദ്യ, എന്തൊക്കെയാണ് അതിന്റെ, അതെങ്ങനെയാണ് അങ്ങനെ ചെയ്യാൻ കഴിയും, എന്തുകൊണ്ടാണ് എന്നൊന്ന് പഠിച്ചേക്കുക. പാവപ്പെട്ടവര് സ്കാനിങ്ങിനെ പറ്റി അറിയാവുന്ന ഊറിച്ചിരിക്കും കേട്ടോ. എക്സ്റേ പറ്റി അറിയാവുന്നവരും മൊബൈൽ ഫോണിനെ പറ്റി മുസ്ലിങ്ങളല്ലാത്ത ബാക്കിയുള്ളവരുണ്ടാവുമല്ലോ, അതെങ്കിലും ഒന്ന് പരിഗണിച്ചൂടെ നിങ്ങൾക്ക് ഈ വിവരക്കേട് പറയുമ്പോ? അതുകൊണ്ട് നന്നായിട്ട് ആലോചിക്കുക. ഇനി ഇതിൽ പറയുന്ന കാര്യങ്ങൾ ഒന്ന് ദീനിയായി വിലയിരുത്തുക. ഇത് മരിച്ചതിന് ശേഷമുള്ള കഴിവ് അതെന്തൊക്കെയാ? എല്ലാ കഴിവും ഇവിടെ പറയുന്നുണ്ട്. എന്താ കഴിവുകൾ? മരണശേഷം മരിച്ചവർ കാണുന്നു, ജീവിച്ചിരിക്കുന്നവരും കാണുന്നു. മരിച്ചവർ കേൾക്കുന്നു, ജീവിച്ചിരിക്കുന്നവരും കേൾക്കുന്നു അല്ലേ? മരണപ്പെട്ടവർ സഹായിക്കുന്നു, ജീവിച്ചിരിക്കുന്നവരും സഹായിക്കുന്നു. മരിച്ചവർ സംസാരിക്കുന്നു, ജീവിച്ചിരിക്കുന്നവരും സംസാരിക്കുന്നു. മരിച്ചവർ നമസ്കരിക്കുന്നു, ജീവിച്ചിരിക്കുന്നവരും നമസ്കരിക്കുന്നു. മരിച്ചവർ സഞ്ചരിക്കുന്നു, ജീവിച്ചിരിക്കുന്നവരും സഞ്ചരിക്കുന്നു. ഇനി മരിച്ചവർ ഭക്ഷിക്കുന്നു, ജീവിച്ചിരിക്കുന്നവരും ഭക്ഷിക്കുന്നു. മരിച്ചവർ സമ്പദിക്കുന്നു, ജീവിച്ചിരിക്കുന്നവരും സമ്പദിക്കുന്നു അല്ലേ? പിന്നെന്താ മരണം? അപ്പോ നിങ്ങളുടെ ഉസ്താദുമാർക്ക് മരണം എന്താണെന്ന് പോലും അറിയാൻ കഴിഞ്ഞിട്ടില്ല. എന്താണ് മരണം? നിങ്ങൾ ചിന്തിച്ചോ. ലളിതമായ ചില ഉദാഹരണം പറയട്ടെ. ഞാൻ എന്റെ പൊന്നാര കൂട്ടരെ ഈ പുസ്തകം പല തവണയായി പല എഡിഷനുകളായി ഇറക്കി വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ നേതാക്കന്മാരെ ഒരുപാട് പുസ്തകങ്ങളിൽ ഈ ഭാഗം കാണാം. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. മരിച്ചവർ സഞ്ചരിക്കുന്നു എന്നാണല്ലോ. മരിച്ചവർ സഞ്ചരിക്കുന്നു, മരിച്ചവർ സമ്പദിക്കുന്നു, സമ്പാദത്തിൽ ഏർപ്പെടുന്നു എന്നാണ്. എറണാകുളത്ത് ഒരു സമ്പാദത്തിന് കരാർ ചെയ്താണ് ഇപ്പോ. ഇത് AP സുന്നികളും മുജാഹിദുകളും തമ്മിൽ. മണ്ണാർക്കാട് ഒന്ന് നടന്നു. ശരി, നമുക്കിനി എന്ത് ചെയ്യാം? ഒരു പുതിയ സംഭവമായിക്കോട്ടെ, സുന്നി പ്രസ്ഥാനത്തിന് വിജയിക്കുകയും ചെയ്യാം. നമുക്ക് അണ്ടോണനെ കൊണ്ടുവരാം. 1, 2 EK ഹസൻ മുസ്ലിയാർ, പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ. എന്താ വലിയ ഓജാക്കളല്ലേ ഇവര്? അതെ, മരിച്ചത് കേൾക്കൂലേ? കേൾക്കും. സഞ്ചരിക്കൂലേ? സഞ്ചരിക്കും. സമ്പദിക്കൂലേ? അതെ. ഇന്നുള്ള പണ്ഡിതന്മാരെക്കാൾ അറിവുള്ളവരായിരുന്നു. അതെ, നമുക്ക് അവരെ കൊണ്ടുവന്നൂടെ അടുത്ത സംവാദത്തിന്? അതെ, എന്തേ കൊണ്ടുവരാത്തത്?
തലച്ചോറുള്ളവർക്കൊക്കെ അറിയല്ലേ അത് നടക്കൂലെന്ന് അല്ലേ? അതെ. പിന്നെ വാദത്തിനും മാനവതയെ ശിർക്ക് ചെയ്യിപ്പിച്ച് നരകത്തിലാക്കാനും നല്ല പോളിസിയാണ്, തിരക്കിടില്ല. ഒക്കെ പോട്ടെ, നിങ്ങൾ ചിന്തിച്ചു നോക്കി, എന്തുകൊണ്ടാപ്പോ ഈ സുലൈമാൻ സക്കാവിനെയും അലവി സക്കാവിനെയും മുജാഹിദുകളായിട്ട് സംവാദം നടത്താൻ വിടുന്നത്? വേറെ കുറെ വണ്ടിയന്മാര് ശൂന്യക്കടയില്ലേ? അതെ അല്ലേ? കൂകിത്തെളിഞ്ഞ് കഴിവ് തെളിയിച്ച ആളുകളാണ് അവർ എന്നൊക്കെയല്ലേ അവരെ കൊണ്ടുപോകണം അല്ലേ? ഇനി നിങ്ങൾ ചിന്തിച്ചോ, ഇന്ന് മുജാഹിദ് പ്രസ്ഥാനം, കെ കെ സക്കറിയ മൗലവി, അതുപോലെ അബ്ദുറഹ്മാൻ സലഫി, സയ്യിദ് സലഫി, അനവധി പണ്ഡിതന്മാർ, ഈ പണ്ഡിതന്മാരെല്ലാം ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. നാളെ നമ്മുടെ മുജാഹിദിൽ ഒരു പ്രഗത്ഭനായ പണ്ഡിതൻ മരിച്ചു നേരിക്കുക, മറ്റന്നാള് സുന്നികളായിട്ടുള്ള സംവാദത്തിൽ കരാർ ഏർപ്പെട്ടു, അബ്ദുറഹ്മാൻ സലഫി ആയിരുന്നു പങ്കെടുക്കേണ്ടത്. അദ്ദേഹം അള്ളാഹുവിന്റെ അലങ്കരിയുമായ വിധിക്ക് മരിച്ചു നേരിച്ചോ, അല്ലെ കെ കെ സക്കറിയ മരിച്ചു നേരിച്ചോ, എന്നാ പിന്നെ നാളെ മുജാഹിദുകള് കെ കെ സക്കറിനെ കൊണ്ടുവന്ന് ഇരുത്തുവോ? ഇല്ല. പോകട്ടെ, തിരിച്ചു ചിന്തിച്ചോളി. സുലൈമാൻ സക്കാഫി മുജാഹിദുകളായിട്ട് ഒരു കരാർ സംവാദത്തിന് എന്തോ അള്ളാഹുവിന്റെ അലങ്കരീയമായ വിധി, അദ്ദേഹം മരിച്ചു കഴിഞ്ഞാൽ സുന്നി പണ്ഡിതൻ, നാളെ അദ്ദേഹത്തെ കൊണ്ടുവരും. ഇല്ല, ഉടനെ നിങ്ങൾ പറയും ഞങ്ങൾ വിചാരിച്ചിരുന്ന പണ്ഡിതൻ മരിച്ചു, ഇനിയിപ്പോ അദ്ദേഹത്തിന് പങ്കെടുക്കാൻ കഴിയില്ലല്ലോ, ഞങ്ങൾക്ക് ഇതൊന്ന് ആലോചിക്കണം അല്ലേ? ഏത് സാധാരണക്കാർക്ക് അത് തിരിയാത്തത്? അത് എത്ര വലിയ കാന്തവരാണല്ലോ സുന്നികളെ ഏറ്റവും വലിയ. ഇപ്പൊ പറഞ്ഞു ഖമറുൽ ഉലമ, എവിടെ ഒരു ബോർഡ് കണ്ടു, ഗൾഫിൽ നിന്ന് വന്ന അറബികൾ അദ്ദേഹത്തിന് പേരെടുത്തത്രേ ഖമറുൽ ഉലമ. കൂട്ടരെ നിങ്ങൾ ചിന്തിക്കണ്ടേ, സംശുൽ ഉലമന്റെ താഴത്താ ഖമറുൽ ഉലമ. മാത്രമല്ല സൂര്യന്റെ പ്രകാശം കിട്ടിയാലേ ചന്ദ്രൻ പ്രകാശിക്കൂ. അപ്പൊ സംശുന്റെ പ്രകാശം കിട്ടണം, ഇതിന് പ്രകാശിക്കണമെങ്കിൽ ആവട്ടെ, അത് നിങ്ങൾ കൊടുത്ത പോട്ടെ എന്നാ ബാധ്യത പറയില്ല. കാന്തവരെ വേപ്പിയ ഒക്ര മുസ്ലിയാര് മരിക്കുന്ന ഘട്ടത്തിൽ, അല്ലെങ്കിൽ അദ്ദേഹം മരിച്ചു വിചാരിച്ചോളൂ, ആരെങ്കിലും അദ്ദേഹത്തിനോട് ചോദിക്കും, ഉസ്താദെ ഈ മർക്കസിന്റെ ആധാരം എവിടെയുള്ളത് ചോദിക്കോ? ആരെങ്കിലും ചോദിക്കോ? മരിച്ചെടുക്കുന്ന ഉസ്താദിന്റെ മയ്യത്തുള്ള സ്ഥലത്ത് ഉസ്താദെ ആ ഡോറിന്റെ താക്കോൽ എവിടെയുള്ള ഉസ്താദെ, അല്ലെങ്കിൽ ആ പൈസ സൂക്ഷിച്ച ആ ലോക്കറിന്റെ താക്കോൽ എവിടെ? ഏതെങ്കിലും ഒരു സുന്നി ചോദിക്കോ? എന്തുകൊണ്ട്? മരണവും ജീവിതം ഒന്നാ അല്ല. ഉസ്താദ് ഉറങ്ങിക്കിടക്കുമ്പോൾ വിളിച്ചോണ്ടി ചോദിക്കൂലേ? ചോദിക്കും. ഇനി ഇതിൽ ലളിതവൽക്കരിച്ച് നിങ്ങളോട് പറയാനോ സുഹൃത്തുക്കളെ, എന്തിനാ ഈ പാവങ്ങൾ നിങ്ങൾ ഇങ്ങനെ ചതിക്കുന്നത്? ഞങ്ങൾക്ക് മനസ്സിലാകില്ല. നിങ്ങൾ നോക്ക്, ബാപ്പ വലിയ ആലിമാണെന്ന് കൂട്ടിക്കോ, വലിയ ആലിമ, ആ വലിയ ആലിമാണെങ്കിലും മരിച്ചു കഴിഞ്ഞാല് ബാപ്പ അതുവരെ ബാപ്പ തന്നെ സൂക്ഷിച്ചു വെച്ച പലതും കാണാൻ എന്തെങ്കിലും ഒരു വസ്തു നമുക്ക് കിട്ടണം, അല്ലെങ്കിൽ ആ റൂമിലെ കട്ടിലെടുത്ത് പുറത്തിട്ട് ബാപ്പാന്റെ മയ്യത്തൈമ കിടത്തണം. പക്ഷെ അത് പൂട്ടിയിട്ടിരിക്കുക, താക്കോലില്ല. ആരെങ്കിലും ഒരാൾ ബാപ്പ ഇന്നലെ താക്കോൽ നിങ്ങളുടെ കയ്യിലായിരുന്നു, എവിടെ എന്ന് സുന്നി ചോദിക്കോ, മുജാഹിദ് ചോദിക്കോ, ഈ ലോകത്ത് ഏതെങ്കിലും ഒരു മനുഷ്യൻ ചോദിക്കോ? ഇനി ഒരു നബി മരിച്ചാൽ ചോദിക്കോ ലോകത്താരെങ്കിലും? നിങ്ങൾ ചിന്തിക്കും, എന്തുകൊണ്ട് മരണവും ജീവിതവും ഒരേപോലെയല്ല? നിങ്ങൾക്ക് ഏറ്റവും ലളിതമായി ഞാൻ ചില സംഭവങ്ങൾ വിശദീകരിച്ചു തരാം, കേട്ടോളൂ നിങ്ങൾ. ഇതെന്തിനറിയോ? ഇത് തീർന്ന തൗഹീദിന്റെ വിഷയത്തിൽ ഏറെക്കുറെ സംശയങ്ങൾ തീർന്നു. ഈ കാര്യത്തിലാണ് ആളുകൾക്ക് വമ്പിച്ച സംശയങ്ങൾ നിലനിൽക്കുന്നത്. കൂട്ടരെ, ലോകത്ത് സുന്നി മുജാഹിദും ജമാഅത്തും തബ്ലീഗും എല്ലാവരും ഹൃദയത്തിൽ ഏറ്റവും സ്നേഹിക്കുന്ന വ്യക്തി മുഹമ്മദ് നബി അല്ലേ? അല്ലേ? അതെ അതെ, നിങ്ങൾക്കറിയാലോ, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ കൂന ഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. ലോകത്ത് സ്വന്തം ഭാര്യയേക്കാൾ, മക്കളേക്കാൾ, കുടുംബങ്ങളേക്കാൾ, എല്ലാത്തിനേക്കാളും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് നമുക്ക് ഏറ്റവും സ്നേഹം ഉണ്ടാണോ? അല്ലേ? ആ നബി മരിച്ചില്ലേ? അതെ, ആ നബി മരിച്ചപ്പോ ചില സംഭവങ്ങൾ ഉണ്ടായില്ലേ? നിങ്ങളൊന്ന് നന്നായിട്ട് ആലോചിച്ച് നോക്കിയേ. എന്താ സംഭവങ്ങള്? എന്താണ് ആ സംഭവങ്ങള്? ഒന്നാലോചിച്ചേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ചു എന്ന വാർത്ത കാട്ടുതീ പോലെ പടർന്നില്ലേ അവിടെ? അതെ, നോക്ക്, സഹാബികൾ എന്തിനാ ഓടി വന്നത്? എന്തിനാ കരഞ്ഞത്? എന്തിനാ വാവിട്ട് വിതുമ്പിയത്? മരണവും ജീവിതം ഒന്നാണ്. മരണവും ജീവിതം ഒന്നാണ്. കരയോ? മാത്രമല്ല, സുന്നി വിശ്വാസ പ്രകാരം മരിച്ചാൽ സ്ട്രോങ് കൂടെ കുറുന്തോട്ടി പോലെ. പിന്നെ കരയണോ? മുമ്പ് കിട്ടിയതിനേക്കാൾ സാന്നിധ്യം നബിന്ന് കിട്ടുക വേണ്ട, സുന്നികൾ പറയുന്ന പ്രകാരം അല്ലേ? അപ്പൊ കരയണോ? കരയല്ല, പിന്നെ മരിച്ചല്ലോ, അപ്പൊ ശക്തി കൂടെയല്ലേ ഉള്ളൂ, സന്തോഷിക്കുക വേണ്ട. പക്ഷെ എന്തേ കരഞ്ഞത്? ഓർക്കൊക്കെ വിവരമുള്ളതുകൊണ്ട് മരണവും ജീവിതവും തുല്യല്ല എന്ന് മനസ്സിലാക്കിയുണ്ട്. അതെ അതെ. എനിക്ക് കേട്ടോ, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, ഊരിപ്പിടിച്ച വാളുമായിട്ട് ഞാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു പറഞ്ഞ ഓന്റെ തല അരിയോ,
പറഞ്ഞില്ലേ? അതെ, തലരിയെന്ന് പറഞ്ഞു. എന്തേ പറയാൻ കാരണം? നബീന്റെ മരണം കെട്ട് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. കാരണം മരണം എന്ന സമ്പൂർണമായ വേർതിരിവാണ്. മരണം ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായ ഒരു ഇന്റർവെല്ലാണ്, അറിയാം. അതുകൊണ്ടോ അബൂബക്കർ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അറിയാം, ഇനി നബി നമ്മളോട് സംസാരിക്കില്ല, ഇനി നബി നമ്മുടെ കൂടെ ഉണ്ടാകില്ല, ഇനി നബിയോട് അഭിപ്രായം ചോദിക്കാൻ പറ്റില്ല, ഇനി നബി ഇമാമത്ത് നിൽക്കില്ല, ഇനി നബി നമ്മോടൊപ്പം നേതൃത്വം വഹിക്കില്ല. റസൂലുള്ളാഹിനെ പള്ളിക്കാട്ടിൽ അല്ലെങ്കിൽ ഈ ജന്നത്തുൽ ബഖിയയിലെ അല്ലെങ്കിൽ എവിടെയാണോ വെക്കേണ്ടത് അവിടെ കൊണ്ടുപോയി വെച്ചാൽ പിന്നെ നബിയുമായി നമുക്ക് സംസാരിക്കാൻ വയ്യ. അതുകൊണ്ടാണല്ലോ അബൂബക്കർ സിദ്ദീഖ് സഹാബത്ത് കരഞ്ഞപ്പോ നബി പറഞ്ഞത്, ഈ വർഷത്തിന് ശേഷം നമ്മൾ കണ്ടുമുട്ടിയില്ല എന്ന് വരാം, പക്ഷേ രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളെ വിട്ടേച്ചു പോകുന്നു എന്ന് പറഞ്ഞാൽ, മരിച്ചു കഴിഞ്ഞാൽ നബിക്ക് നിങ്ങളെ കാണാൻ കഴിയില്ല, നേതൃത്വം നൽകാൻ കഴിയില്ല, നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയില്ല, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കാൻ കഴിയില്ല. അതുകൊണ്ട് എല്ലാ നിർദ്ദേശങ്ങളും ഈ ഖുർആനിലും സുന്നത്തിലുമുണ്ട്. അത് നിങ്ങൾക്ക് തന്നുകൊണ്ടാണ് ഞാൻ പോകുന്നത്. തറക്തുക്കും അലൽ മഹ്ജത്തിൽ ബൈലാ ലൈലുഹാ കനഹാരിഹാ. എന്തൊരു വാക്കാണത്! പ്രകാശപൂരിതമായ പാതയിൽ വിട്ടേച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളെ പോകുന്നത്. ലൈലുഹാ കനഹാരിഹാ. അതിന്റെ രാത്രി പകല് പോലെ പ്രശോഭിതമാണ്, അതിന്റെ രാത്രി പകല് പോലെ പ്രശോഭിതമാണ്. ഇതുകൊണ്ട് നബി ഉദ്ദേശിച്ചത് എന്താ? ഞാൻ മരിച്ചു പിരിഞ്ഞാലും പേടിക്കണ്ട, എന്റെ സാന്നിധ്യമില്ലെങ്കിലും ഞാൻ നിങ്ങളുടെ കൂടെയില്ലെങ്കിലും ഞാൻ പഠിപ്പിച്ച ആദർശത്തെ നെഞ്ചോട് നെഞ്ചു ചേർത്ത് നിങ്ങൾ പിടിച്ചാൽ നിങ്ങൾ ഭയപ്പെടേണ്ടി വരില്ല, നിങ്ങൾ ദുഃഖിക്കേണ്ടി വരില്ല എന്ന്. ഇത് വളരെ വ്യക്തമാണ് സുഹൃത്തുക്കളെ, ഇത് തെളിവാണ്. ഇനി നോക്കൂ, മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു നബി മരിക്കാൻ പാടില്ല എന്നതിന് തെളിവായി ഉദ്ധരിച്ച ഒരു ആയത്തുണ്ടായിരുന്നു. അറിയോ നിങ്ങൾക്ക്? വആഖരീന മിൻഹുൽ ലമ്മാ യൽഹഖു ബിഹിം വഹുവൽ അസീസുൽ ഹകീം. എന്താ പറഞ്ഞത് നബി? ഈ സൂറത്ത് ജുമായിലെ 3-ാമത്തെ ആയത്തിൽ പറയാ, വരാനിരിക്കുന്ന സമൂഹത്തിലേക്കും നിയോഗിക്കപ്പെട്ട ആളാണല്ലോ മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് നബി മരിക്കാൻ പറ്റുമോ? ഇനി വരാനിരിക്കുന്ന, ഇനി ജനിക്കാനിരിക്കുന്ന സമൂഹത്തിലേക്ക് പോലും ഈ പ്രവാചകൻ ദേവത്തെടുത്തണമെന്നാണല്ലോ അല്ല പറയുന്നത് എന്ന് ചിന്തിച്ചു പോയി ആര്? ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. എന്നാൽ പ്രിയപ്പെട്ടവരെ, സുഹൃത്തുക്കളെ, ഇത് മുജാഹിദുകളുടെ വകയല്ല, ഇത് 921 വിശേഷമുള്ളതല്ല, ഇത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് പഠിപ്പിച്ചതല്ല. റസൂലുള്ളാഹിന്റെ ഏറ്റവും ഉത്തമനായ ശിഷ്യൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഓടി വന്ന് ആയിഷ ബീവിയുടെ വീട്ടിൽ റസൂലുള്ളാഹിന്റെ ആ തിരുശരീരം കിടത്തിയിരിക്കുന്നു, ആ തിരുശരീരത്തിൽ തുണി കൊണ്ട് മൂടിയിരിക്കുന്നു. ഓടി ഇങ്ങോട്ട് വന്ന് 2 കാൽമുട്ടുകൾ കുത്തി അവിടെ ഇരുന്ന് റസൂലുള്ളാഹിന്റെ മുഖത്തെ തട്ടം ഇങ്ങോട്ട് നീക്കി ആ നെറ്റിത്തടത്തിൽ ഒരു ചുംബനമർപ്പിച്ച് നിറകണ്ണുകളോടെ റസൂലുള്ളാഹി മരിച്ചിരിക്കുന്നു എന്ന് ബോധ്യപ്പെട്ട് പുറത്തേക്ക് വന്നിട്ട് അസ്വസ്ഥനായ ഉമറിനെ നോക്കിയിട്ട് പറഞ്ഞു, ഉമറേ അടങ്ങിയിരിക്കും, ഉമറേ അടങ്ങിയിരിക്കും, റസൂലുള്ളാഹി മരിച്ചിരിക്കും ഉമറേ എന്ന് പറഞ്ഞു. വീണ്ടും അദ്ദേഹം അസ്വസ്ഥത